നമ്മുടെ സീനിയർ മെന്റർ, ചീഫ് മെന്റർ രവിയേട്ടൻ, തിരക്കിനിടയിലും നമുക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകി സഹായിക്കുന്ന ഗോപുജി, SDP ലീഡേഴ്സ്, മറ്റ് പോസിറ്റീവ് കമ്മ്യൂണിന്റെ എൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഈ ലോകം നമ്മളുടെ വീടായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹസാഗരങ്ങളാവും. കടൽ ഓരങ്ങളിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വാരസ്യങ്ങളും ഉണ്ടെങ്കിലും ആഴത്തിലിറങ്ങി ചെന്നാൽ തികച്ചും സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഴിഞ്ഞ 30 നാളുകൾ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധീകരിച്ച് നാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ ദിനത്തിൽ നമുക്ക് മധുരമേറും പായസം വിളമ്പാൻ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്, ശ്രീ ആന്റോ മൈക്കിൾ. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന ഏവർക്കും സുപരിചിതമായ ഇദ്ദേഹത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തുക എന്നത് ഉചിതമല്ല. എങ്കിൽ പോലും ആരെങ്കിലും പുതുതായി നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും എൻ്റെ ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയും ചുരുക്കി ചില വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സേവന രംഗത്ത് വിലയേറിയ സാന്നിധ്യം അർപ്പിച്ച അദ്ദേഹം USA ഹേ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകരിച്ച ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനറാണ്. മെന്റർ, മോട്ടിവേഷണൽ സ്പീക്കർ, റേഡിയോ എക്സ്പ്രസ് തുടങ്ങിയ മേഖലയിലും അദ്ദേഹം നിറസാന്നിധ്യമാണ്. മനുഷ്യ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സെന്റ് ഡിംഫിനാസ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാന മേഖലകൾ എന്ന് പറയുന്നത് മെന്റർ ഓഫ് സൈക്കോളജിക്കൽ ടോപ്പിക്സ്, ഇനിയോഗ്രാം പോലെ, ഹൂപ്പനോപ്പോനോ, ഇക്കിഗായ്, മൈക്രോ റെസിലിയൻസ്, സൈക്കോ ജോമെട്രിക്സ്, സൈക്കോ സൈബർമെട്രിക്സ്, നൻഷി, മൂഡ് തെറാപ്പി, ABCD ടെക്നിക്, CBT ടെക്നിക്കൽ ഫ്രം നിംഹാംസ്, ട്രെയിൻഡ് ആണ്, ഫ്രം നിംഹാംസിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള. കൂടാതെ RBT, പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് തുടങ്ങിയ ഒത്തിരി മേഖലകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. മറ്റു പ്രധാന ഒരു പ്രത്യേകത, ഒരു നെഗറ്റീവ് മെസ്സേജ് പോലും വരാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത, തീർത്തും പോസിറ്റീവ് മെസ്സേജുകൾ മാത്രം പോസ്റ്റ് ചെയ്യുവാൻ വേണ്ടി, ആളുകളെ പോസിറ്റീവായി മാത്രം ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ കൂടിയാണ് അദ്ദേഹം. സ്കൂളിൽ പഠിക്കുന്ന ഒരു മകളും അധ്യാപികയായ ഭാര്യയും അടങ്ങുന്ന ചെറിയ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ആന്റോ മൈക്കിൾ. വെൽക്കം സർ ടു ദിസ് പ്ലാറ്റ്ഫോം. Okay, thank you. എല്ലാവരെയും ബഹുമാനത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അറിവുകളുടെ ചേരുവകൾ കൊണ്ട് മധുരമൂർന്ന ഒരു നല്ല ദിനം ആശംസിക്കുന്നു. 1000 നന്ദി, നമസ്കാരം. മൈക്ക് ഓവർ ടു ആന്റോ സർ. Okay. Thank you very much. And a great morning. Good morning എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന് ഗ്രേറ്റ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങട്ടെ. കാരണം ചനാൻ കാർട്ടർ എന്ന സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, why settle for good when we can have great things in life? So എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പോസിറ്റീവ് കമ്മ്യൂണിലും മറ്റ് ഗ്രൂപ്പുകളിലും പെട്ട എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും ഞാൻ നേരുന്നു എ ഗ്രേറ്റ് മോർണിംഗ്. ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളിന്റെ ആശംസകൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അർപ്പിക്കുന്നു. ഈ തിരക്കിനിടയിലും കുറെ ചിന്തകൾ പങ്കുവയ്ക്കാനായി നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവം കൈയൊപ്പിട്ടത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുമിച്ച് ഇരിക്കാൻ ആയത്. രണ്ടാമത് ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു.
കാരണം ഒരു ഇരട്ട സന്തോഷമുണ്ട്. പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു ദിവസം പോലും മുടക്കം വരാതെ ഇങ്ങനെ ഓൺലൈൻ SDP നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് കുറെ സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചു. അതിനുശേഷം വീണ്ടും ഉള്ള ഒരു രണ്ടാം വരവാണ്. അപ്പൊ തീർച്ചയായിട്ടും പോസിറ്റീവ് കമ്മ്യൂണിന്റെ മെന്ററായ നമ്മളേറെ ആദരവോടെ കാണുന്ന രവീന്ദ്രൻ സാറിന് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. പോസിറ്റീവ് കമ്മ്യൂണിന്റെ നെടുന്തൂണായ സുധാ സാറിന് സ്പെഷ്യൽ താങ്ക്സ്. ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ട്രെയിനർ കൂടിയായ ഗോപുവിന് നന്ദി. എന്നെക്കുറിച്ച് ഏറെ നല്ല വാക്കുകൾ പറഞ്ഞ അൻസാരിക്കയ്ക്ക് നന്ദി. ഒരിക്കൽ കൂടി ഈ തിരക്കിനിടയിലും, പെരുന്നാളിന്റെ തിരക്കിനിടയിലും അടുപ്പത്തിരിക്കുന്ന മട്ടനും ചിക്കനും ഒക്കെ മാറ്റി വെച്ചിട്ട് എന്റെ മുമ്പിൽ വന്നിരിക്കാൻ സന്മനസ് കാട്ടിയതിന് ഏറെ നന്ദിയോടെ നമുക്ക് തുടങ്ങാം. ശരിക്കും ഐ ഡു നോട്ട് ലൈക്ക് ടു കോൾ മൈസെൽഫ് എ ട്രെയിനർ. സത്യം പറഞ്ഞ ഒരു ട്രെയിനർ എന്നതിനേക്കാളേറെ ഇന്നത്തെ കാലത്ത് ഞാൻ എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കൊറോണ എന്നാണ്. ഐ എം എ കൊറോണ. കൊറോണയ്ക്ക് തൂക്കുവിളക്ക് എന്നൊരർത്ഥം കൂടിയുണ്ട് ഇംഗ്ലീഷിൽ. പള്ളിയിലൊക്കെ എല്ലാ വിളക്കും അണഞ്ഞതിന് ശേഷവും മിന്നിക്കത്തുന്ന ഒരു വിളക്കുണ്ട്, തൂക്കുവിളക്ക്. ഒരു ദിവസത്തെ ആരാധനയെ കഴിഞ്ഞ് പള്ളി അടച്ചതിന് ശേഷം പിറ്റേ ദിവസം വന്ന് പള്ളി തുറക്കുമ്പോൾ ഈ തൂക്കുവിളക്കിന്റെ വെളിച്ചം കണ്ടിട്ടാണ് കപ്പിയാര് വാതിലൊക്കെ തുറക്കുന്നതും ഫാനിന്റെയും ലൈറ്റിന്റെ സ്വിച്ചൊക്കെ കണ്ടുപിടിക്കും. അപ്പോ നമ്മൾ ഈ ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്ന എല്ലാ പേരും ഓരോ തൂക്കുവിളക്കുകളാണ്. പലരും പലപ്പോഴും ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സിദ്ധാന്തം ആർക്കെങ്കിലും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ആ തൂക്കുവിളക്ക് കത്തിത്തുടങ്ങും. ഞാൻ മൂന്നാമത്തെ ദിവസം പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഓൺലൈൻ മൂന്നാമത്തെ ദിവസം പോസിറ്റീവ് പായസം എന്ന തലക്കെട്ടിലാണ് ഏതാനും വസ്തുതകൾ പങ്കുവച്ചത്. അതിന്റെ തുടർച്ചയല്ല, പിന്നെ പേരെങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. അന്ന് സേമിയ പായസമാണെങ്കിൽ ഇന്ന് ചക്കയുടെ കാലമല്ലേ, ചക്ക പായസം ആയിരിക്കും. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാബിറ്റ്സ് ഓഫ് സക്സസ് എന്ന ആശയത്തെ കുറിച്ചാണ്. അതിനൊരു തലക്കെട്ടായിട്ട് പോസിറ്റീവ് പായസം എന്ന് ഇട്ടു എന്നേ ഉള്ളൂ. എങ്ങനെ തുടങ്ങണമെന്ന് ഞാനിങ്ങനെ കുറെ നാളായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. പിന്നെ ഞാൻ വീണ്ടും ആലോചിച്ചു, അതൊക്കെ പറയണോ? നമ്മുടെ ഏതോ ഒരു കോമഡി സ്കിറ്റി പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഞാൻ പറയണം? അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം നാം ശീലിച്ചു വന്ന സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന്. പണ്ടൊരിക്കല് ഒരാളൊരു സൈക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല. കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ സദാസമയം കുറ്റം പറച്ചില്ല, ആകെ ബഹളം, മുഖത്ത് നോക്കിയ ഒരു സന്തോഷവും ഇല്ല, ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ ഇരിക്കും. എനിക്ക് മടുത്തു, എനിക്ക് വീട്ടിലോട്ട് കയറാനേ താല്പര്യമില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, കുഴപ്പം നിങ്ങളുടെ ഭാര്യയ്ക്കല്ല, നിങ്ങൾക്കാ. ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഐസ്ക്രീമോ ഇത്തിരി മുല്ലപ്പൂവോ ഒക്കെ ആയിട്ടൊന്ന് പോയി നോക്ക്. പിന്നെ അവളെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ അടുക്കളയ്ക്ക് ചെന്ന് കറിക്കൊക്കെ അരിഞ്ഞു കൊടുക്കുകയോ നിലം തുടക്കുകയോ പാത്രങ്ങൾ കഴുകുകയൊക്കെ ഒന്ന് ചെയ്യും. ഭർത്താവിന് ആശയം അങ്ങ് ഇഷ്ടപ്പെട്ടു. അയാൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എസ് മൂളി നേരെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. ഭാര്യ വാതിൽ തുറന്നപ്പോ ഒടുന്നനെ ഒരു ദൃശ്യം കാണുന്നു. ഭർത്താവ് പതിവ് വിപരീതമായി നല്ല കസാട്ട ഐസ്ക്രീമും ഒരു പിടി മുല്ലപ്പൂവായിട്ടൊക്കെ നിൽക്കുന്നു. നമുക്ക് ആകെ അമ്പരപ്പായി. ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ ഭർത്താവ് ഭാര്യ കെട്ടി പിടിച്ച് ഒരു ഉമ്മയങ്ങ് കൊടുത്തു. അവളുടെ അമ്പരപ്പ് ഇരട്ടിയായി. പിന്നെ ഭർത്താവിന് തിരക്കായിരുന്നു. അടുക്കളയ്ക്ക് പോകുന്നു, അമരക്കരിയുന്നു, വെണ്ടക്കരിയുന്നു, നിലം തുടയ്ക്കുന്നു, സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകുന്നു.
അവിടെ കൂട്ടിയിരുന്ന തുണി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. നനച്ച് തിരിച്ചു വന്നപ്പോ പൊട്ടിക്കരയുന്ന ഭാര്യയാണ് കണ്ടു. അവളിങ്ങനെ മുഖം ഓർത്തി കരയുക. അപ്പൊ ഭർത്താവ് ചോദിച്ചു, മുത്ത എന്ത് പറ്റി? അപ്പൊ ഭാര്യ പറയുവാണ്, എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾക്ക് ഒരു ദിവസം വട്ടുപിടിക്കും. ഇന്ന് എനിക്കത് കൃത്യമായിട്ടും ബോധ്യമായി. മുഴുവട്ടായി നിങ്ങൾക്ക്. നമുക്ക് രണ്ടും കൂടെ പോവാം ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്. കണ്ട, ഭാര്യയുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഭർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അസ്വസ്ഥത വന്നത്. ഞാനീ തുടക്കത്തിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഓർക്കുക, നമ്മൾ സഞ്ചരിക്കാത്ത വാഹനങ്ങളും ഈ ലോകത്തുണ്ട്. ആ വാഹനങ്ങളിൽ പലരും സഞ്ചരിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് പായസം എന്ന ഹാബിറ്റ്സ് ഓഫ് സക്സസ് എന്ന യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു അമ്മയുടെയും മകന്റെയും ജീവിതം ഒന്ന് പങ്കുവയ്ക്കും. അമ്മയുടെ അച്ഛന്റെ ഏക മകനായിരുന്നു. സ്വാഭാവികമായിട്ടും ഏക മകനാവുമ്പോൾ കൊഞ്ചിക്കൽ ഇത്തിരി കൂടിയിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. എനിക്കറിയാവുന്ന ഈ മകനെ വളരെ കർക്കശ സ്വഭാവത്തോടെയാണ് അമ്മയും അപ്പനും കൂടെ വളർത്തിയത്. കുഞ്ഞുനാളിലൊക്കെ കുട്ടികൾ സ്നാഗിയിൽ, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ അങ്ങ് അപ്പിയിടും, വിസർജിക്കും. ഈ അമ്മ കുഞ്ഞങ്ങനെ എങ്ങാനും ചെയ്താൽ ആ തുണി അപ്പാടെ ഊരിയെടുത്ത് മണ്ണിനടി കുഴിച്ചിടുവാൻ. കഴിയാനൊന്നും വയ്യ. എന്നിട്ട് പുതിയതിട്ട് കൊടുക്കും. കഴിയാനുള്ള മടി കൊണ്ടാണ്. കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും പൊട്ടിക്കാൻ പാടില്ല. നോക്കിക്കൊണ്ടിരിക്കാം. കളിപ്പാട്ടം കളിക്കാനുള്ളതല്ല, കാണിയായിട്ടിരിക്കാനുള്ളതാണെന്ന് ആ കുട്ടി പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. ഏകാന്തതയായിരുന്നു ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കൂട്ട്. മറ്റു വീടുകളിലൊക്കെ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഈ കുട്ടിയുടെ വീട്ടിൽ വലിയ പാതകങ്ങളായിട്ട്. ഉദാഹരണത്തിന്, മുട്ടയുടെ മഞ്ഞക്കരു തിന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് അടിയിട്ടു. ഒരു ദിവസം മുട്ടയുടെ മഞ്ഞക്കരു തിന്നാൻ നിർബന്ധിച്ചപ്പോ ഈ പയ്യൻ ഇറങ്ങി ഓടി, വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടി. അടി പഠിച്ചിട്ടാണ്. അമ്മ ഓടിച്ചെന്ന് മുൻവശത്തെ വാതിലങ്ങ് കൊട്ടി അടച്ചു. ആദ്യമൊന്നും കുട്ടിക്കൊന്നും തോന്നിയില്ല. അത് വൈകുന്നേരമായിരുന്നു. മുറ്റത്തൊക്കെ കളിച്ചുകൊണ്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുട്ടി തുടങ്ങി. ഇവരുടെ വീടാണെങ്കിൽ ഒരു കാവിന്റെ നടുക്കാണ്. സമീപത്തൊന്നും വേറെ വീടുകളൊന്നും, അയൽവക്കത്ത് വേറെ വീടൊന്നുമില്ല. ഒരു ചെറിയ കുഞ്ഞു തേങ്ങ വീണാലും അത് ഹൊറർ ഫിലിമിലെ ശബ്ദം പോലെ പ്രതിധ്വനിക്കും. ഇരുട്ട് കനക്കാൻ തുടങ്ങി. ഈ കുട്ടി ഭയന്ന് വിറച്ചു. ഇവൻ വീടിന്റെ ചുറ്റും ഓടാൻ തുടങ്ങി. എല്ലാ ജനലുകളും അടഞ്ഞു കിടക്കുന്നു. ഒരു ജനൽ മാത്രം പാതി തുറന്നു വെച്ചിട്ടുണ്ട്. ഇവൻ അതിലേക്ക് നോക്കിയപ്പോ അമ്മ അകത്തിരുന്ന് ജപമാലയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കുവാണ്. അവൻ കരഞ്ഞു വിളിച്ചു പറഞ്ഞു, അമ്മ വാതിൽ തുറക്കാം, അമ്മ വാതിൽ തുറക്കാം. അമ്മ അനങ്ങിയില്ല. അവൻ കണ്ണടച്ചിരുന്നു. ആദ്യമായിട്ട് ഭയം എന്തെന്ന് അവൻ അറിയുകയായിരുന്നു. നേരം കുറെ ഇരുട്ടിയതിനു ശേഷം അപ്പം വന്നിട്ടാണ് അവനെ പിടിച്ച് അകത്തേക്ക് കയറ്റിയത്. പതിയെ ഈ കുഞ്ഞ് അവനൊരു കൂട്ട് കണ്ടെത്തി. അവന്റെ കിടക്കയിൽ ഒരു തലയണ. അവന് വിഷമം വരുമ്പോഴേക്ക് ആ തലയണൊക്കെ കെട്ടിപ്പിടിച്ച് കുറച്ച് കരയുമ്പോൾ അവനൊരു സുഖം കിട്ടി. പിന്നെ പുസ്തകങ്ങളിലേക്ക് അവൻ പതുക്കെ ചേക്കേറി. പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. നല്ലൊരു വായനക്കാരനായിട്ട് മാറി. ഓരോ ദിനം കഴിയും തോറും അവന് മറ്റുള്ളവരോട് പറയാൻ, അല്ലെങ്കിൽ അവന്റെ തലയണയോട് പറഞ്ഞ് കരയാൻ ഓരോ സംഭവങ്ങൾ കിട്ടിത്തുടങ്ങി. ഒരിക്കൽ പച്ചക്കറി വാങ്ങാൻ പോയി. ഒരു 3 രൂപ ബാക്കി കിട്ടി. അവൻ നോക്കിയപ്പോ പച്ചക്കറി കടയുടെ തൊട്ടടുത്ത് ഒരു പുസ്തകക്കട. അവൻ നോക്കിയപ്പോ ഒരു അമർചിത്ര കഥ അവിടെ ഇരിപ്പുണ്ട്. പ്രഹ്ലാദൻ എന്നാണ് പേര്. 3 രൂപയാണ് അതിന്റെ വില. അവൻ 3 രൂപ കൊടുത്ത് പ്രഹ്ലാദം വാങ്ങി. നല്ല പടങ്ങളൊക്കെയാണ്, പുറംചട്ടയൊക്കെ കൊള്ളാം. അവൻ ഈ പുസ്തകം വാങ്ങി വീട്ടിൽ വന്നു. അമ്മ വളരെ കർക്കശ സ്വഭാവക്കാരിയാണ്. കൊടുത്തുവിട്ട കാശ് എത്രയാണെന്ന് അറിയാം. എത്ര ചെലവാക്കിയെന്ന് അമ്മ ചെക്ക് ചെയ്തപ്പോ 3 രൂപ കാണാനില്ല. അമർചിത്ര കഥ വാങ്ങി, പ്രഹ്ലാദൻ വാങ്ങി എന്നറിഞ്ഞപ്പോ അമ്മ ചൂരലെടുത്ത് വയറ്റു തുടങ്ങി. പ്രഹ്ലാദൻ പോലും ഞെട്ടിപ്പോയി. ഓരോ ദിവസവും അവന് പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടി തുടങ്ങി.
പട്ടിണി എന്തെന്ന് അവൻ അറിയാൻ തുടങ്ങി. കാരണം പകൽ സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അമ്മ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി, അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്, ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട്, അവിടെ ചെന്ന് ഇരിക്കും വൈകുന്നേരം വരെ. ഉച്ചയ്ക്ക് ഇവന് ഈ കുഞ്ഞിന് ആഹാരമൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആഹാരമൊക്കെ പാചകം ചെയ്ത് തിരിച്ചെത്തും, ആഹാരം കൊടുക്കും. അവൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ തുടങ്ങി. അവൻ കുറച്ചുകൂടെ വലുതായി, യൗവന ദിശയിലെത്തി, കാശിനൊക്കെ ആവശ്യമുണ്ട്. അമ്മ ഒന്നും കൊടുക്കില്ല എന്ന് അവന് ഉറപ്പായപ്പോ അവൻ പതുക്കെ ഒരു ട്യൂഷൻ സെന്ററിലേക്ക് പോയി. ഒരു അധ്യാപകന്റെ വേഷമൊക്കെ എടുത്താൻ കിട്ടി, കാശൊക്കെ കിട്ടി തുടങ്ങി. പണ്ട് പകൽ സമയത്ത് പട്ടിണി കിടന്നതിന്റെ പരിണാമം ഉണ്ടായി. അൾസർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം തുടങ്ങി. അത് കുറച്ചുകൂടെ ഒന്ന് മൂർച്ഛിച്ചു. അക്കലേഷ്യക്കാടിയ എന്ന് പറയുന്ന ഈ അന്നനാളം ചെറുതായിട്ട് ചുരുങ്ങി, ആഹാരമൊക്കെ കുരുങ്ങി ഛർദ്ദിക്കുന്ന ചെറിയ പരിപാടിയൊക്കെ തുടങ്ങി. അതൊന്നും ചികിത്സിക്കാനൊന്നും അമ്മ താല്പര്യം കാണിച്ചില്ല. അവനൊക്കെ പറഞ്ഞൊക്കെ നോക്കി, അമ്മ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ചികിത്സിക്കണം. അപ്പൊ അമ്മ പറഞ്ഞു, കസ്തൂരാതി ഗുളിക കഴിച്ചാൽ മതി, എല്ലാം മാറിക്കോളും. ഒരു ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് എന്റെ കൈയൊന്നൊടിഞ്ഞു. അവിടുത്തെ അധ്യാപകരൊക്കെ ചേർന്ന് ഇവനെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. ഈ ട്യൂട്ടോറിയലിലൊന്നും മകൻ പോയി പഠിക്കുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അധ്യാപകരും അവിടുത്തെ പ്രിൻസിപ്പലും എല്ലാം ഇങ്ങനെ ഇരിക്കുവാണ്. അമ്മ നേരത്തെ പറഞ്ഞ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു. ആരോ പറഞ്ഞറിഞ്ഞു മകന്റെ കൈ ഒടിഞ്ഞു. അമ്മ എത്തി. മുറ്റത്ത് വെച്ച് എല്ലാവരും കേൾക്കെ മകനോട് ചോദിച്ചു, ഞാൻ നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ അലവലാദികളുടെ സ്ഥാപനത്തിൽ പോയി പഠിപ്പിക്കരുതെന്ന്. സമാധാനമായല്ലേ ഇപ്പൊ? നിന്റെ കൈ എങ്ങനെ ഒടിഞ്ഞു, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊന്നും അമ്മ ചോദിക്കാത്തത് അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാത്രി താമസിച്ച് വീട്ടിൽ വരുമ്പോ സമ്പൂർണ്ണ അന്ധകാരമായി, ലൈറ്റൊന്നും കാണത്തില്ല. അപ്പൊ ഇവൻ വീടിന് ചുറ്റും ഒന്ന് കറങ്ങും. അമ്മ കിടക്കുന്ന മുറിയിലൊന്ന് തട്ടി മുട്ടി വിളിക്കുമ്പോ അമ്മ പറയും, ദാ വരുന്നു. പിന്നെ ഓരോ മുറിയിലെ ലൈറ്റൊക്കെ ഇട്ട് മുൻവശത്തെ വാതിൽ തുറക്കുമ്പോ അയാൾ അമ്മയോട് ചോദിച്ചു, പുറത്തൊരു ലൈറ്റെങ്കിലും ഇട്ടുകൂടായിരുന്നു? ഞാൻ വിചാരിച്ചു നീ പോണ പോക്കിനങ്ങ് പോകുമെന്ന്. അമ്മയുടെ പരുഷമായ വാക്കുകൾ അവനെ ഏറെ ചിന്തിച്ചു. ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കും നല്ലതെന്ന് അവനങ്ങ് ഉറപ്പിച്ചു. പക്ഷെ അമ്മ വിട്ടില്ല, അവനെ കൊണ്ട് കെട്ടിപ്പിച്ചു. അമ്മ ഇടയ്ക്കിടയ്ക്ക് അവനോട് ചോദിച്ചു, നിന്റെ കൂടെ നിന്റെ സമപ്രായക്കാർ ആൺകുട്ടികള് അന്തസ്സായിട്ട് കെട്ടി കുട്ടികളുമായിട്ട് ജീവിക്കുന്ന കണ്ടില്ലേ, നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെ നടക്കും. അവന്റെ ഈഗോയെ ഹർട്ട് ചെയ്തപ്പോ അവൻ തന്നെ ഒരു ബ്യൂറോയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് അവന്റെ സുഹൃത്തുക്കളടുത്തൊക്കെ പറഞ്ഞ് അവന് യോജിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷെ മകന്റെ ഭാര്യയുടെ വീട്ടിൽ പോകാനൊന്നും അമ്മയ്ക്ക് സമയവും കിട്ടിയില്ല, അമ്മയ്ക്ക് താല്പര്യവും ഉണ്ടായി. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാനും താല്പര്യം ഉണ്ടായി. മകന്റെ ഭാര്യ പ്രസവിക്കുന്ന ദിവസം ആ മകന്റെ കൂട്ടുകാരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു ആശുപത്രിയിൽ കൂട്ടിനുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ 28 കെട്ടുന്ന അന്ന് അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ എവിടെയെന്ന് നാട്ടുകാരൊക്കെ വന്ന് ചോദിച്ചപ്പോ ആ മകൻ ഏറെ വിഷമിച്ചു. എന്ത് പറയാൻ പറ്റും? എനിക്കറിയാവുന്ന ഈ മകന് ഇനിയും ഏറെ കഥകൾ പറയാനുണ്ട്. ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അതങ്ങട് ദഹിക്കാനും പറ്റത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തരം വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ നമ്മുടെ ലോകത്തുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അൺടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം എഴുതിയ ജോൺ റസ്കിൻ. സ്കോട്ട്ലൻഡിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിരുന്നു അൺടു ദിസ് ലാസ്റ്റ്. ജോൺ റസ്കിൻ 6 വയസ്സ് വരെ മാതാപിതാക്കൾ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജീവിതം വഞ്ചന നിറഞ്ഞതാണ് എന്ന് മകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചെയ്തതെന്താണെന്ന് അറിയാമോ? റസ്കിന്റെ കൈ പിടിച്ച് ചുട്ടുപഴുത്ത ഒരു കുടത്തിൽ ചേർത്ത് വെച്ച് പിടിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള മകനും അമ്മയും ഒക്കെ മറ്റു പലയിടത്തും ജീവിച്ചിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ഓരോ മാസവും ഓരോ ദിവസവും ഓരോ വർഷവും പുത്തൻ നൊമ്പരങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് ചേക്കേറിയപ്പോ തീർച്ചയായിട്ടും തളർച്ചയുണ്ടാവും. സ്വാഭാവികമായിട്ടും കേട്ടിരിക്കുന്ന നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, അവൻ സ്ഫടികത്തിലെ ആടുതോമയെ പോലെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാവാട എന്ന ചലച്ചിത്രത്തിലെ പൃഥ്വിരാജ് അവതരിപ്പിച്ച മുഴുക്കുടിയനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാതോട് കാതോരത്തിലെ ജനാർദ്ദൻ അവതരിപ്പിച്ച ദുർനടപ്പുകാരനായിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനൊന്നും ആയില്ല അയാൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾക്ക് കൂട്ടിന് കുറെ പുസ്തകങ്ങൾ
ഉണ്ടായിരുന്നു. ആർത്തിയോടെ അയാൾ കുറെ പുസ്തകങ്ങൾ വായിച്ചിരുന്നു. ഒരിക്കൽ അയാൾ TV കൊച്ചുബാവ എന്ന സാഹിത്യകാരൻ എഴുതിയ ഒരു കൃതിയിലെ കുറച്ച് വാക്യങ്ങൾ കണ്ടു. TV കൊച്ചുബാവ പറയുന്നു, ഇന്നലെ വരെ ആരോ ജീവിച്ച ജീവിതത്തിന്റെ തുടർച്ചയാണ് എന്റേത്. കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാതെ സംഭവിച്ചു പോവുകയാണ്. അവയിൽ ചിലത് നമുക്കും മറ്റുള്ളവർക്കും നല്ലതായി സംഭവിക്കുകയാണെങ്കിൽ അത് നല്ലത്. അകന്ന് നിശബ്ദനായി നിൽക്കുക, പിന്നെ അറ്റത്ത് പോയിരിക്കുക, അരങ്ങിലെ കളികൾ കാണുക. ആരോഗ്യത്തിനും ചിരിക്കും അത് മതി. നിങ്ങൾ ഇരയായി തീരുമ്പോൾ ആരോടും പരാതിയോ പരിഭവമോ തോന്നേണ്ടതില്ല. നമ്മളെ തട്ടിക്കളിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുമെങ്കിൽ അതങ്ങ് പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ വേണ്ട. നമ്മളെ തെറ്റിദ്ധരിക്കുന്നവരെ എല്ലാം തിരുത്താമെന്ന പ്രതീക്ഷയും വേണ്ട. നമ്മൾ ഒരു നീതിയിൽ മുന്നോട്ട് പോവുക. എന്തിനാണ് ചങ്ങാതി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ലല്ലോ എന്നതാണ് പുതിയ നിയമം. ഇത് ഞാൻ അവതരിപ്പിച്ച സംഭവങ്ങളിലെ നായകനെ വല്ലാതെ സ്പർശിച്ചു. ഇരയായി തീരുമ്പോൾ ആരോടും പരാതിയോ പരിഭവമോ തോന്നേണ്ടതില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇരയായി തീരുമ്പോൾ ആരോടും പരിഭവമോ പരാതിയോ തോന്നേണ്ടതില്ല. അയാൾ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ എന്നെ എങ്ങനെ അങ്ങ് പെരുമാറുന്നത്? അയാൾ തിരിച്ചറിഞ്ഞു, എൻ്റെ അമ്മയ്ക്കും ഇതുപോലുള്ള സ്നേഹം കിട്ടാത്ത ഒരു ബാല്യം ഉണ്ടായിരുന്നിരിക്കാം, ഒരു അബാൻഡൻഡ് ചൈൽഡ് ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം സ്നേഹം ഒഴുക്കാൻ ഒരു റെസിസ്റ്റൻസ് തോന്നിയിട്ടുണ്ടാവുക. And he felt sympathy for his mother. അമ്മയുടെ ജീവിതം ആഴത്തി പഠിച്ചപ്പോ അമ്മയുടേതായ രീതിയിൽ മകനെ ഏറെ സ്നേഹിച്ചിരുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇനിയും ഏറെ സംഭവങ്ങൾ എനിക്ക് അയാളെക്കുറിച്ച് പറയാൻ സാധിക്കും. കാരണം I am that son. So I have abundant examples to narrate. ഞാൻ എന്തിനാണ് ഇത് തുടക്കത്തിൽ പറഞ്ഞത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാനും പറ്റിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഞാനൊരു വിക്ടിം അല്ല എന്ന് തോന്നിയ നിമിഷം I learned one thing. I myself can create happiness. And happiness is a habit. ഒറ്റയ്ക്ക് അതിന്റെ ദുഃഖം മറക്കാൻ ഞാൻ പല ഗ്രൂപ്പുകളിലും ചേക്കേറി. അങ്ങനെയാണ് പിന്നീട് പോസിറ്റീവ് കമ്മ്യൂൺ ആയാലും സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബ് ആയാലും ഒക്കെ അംഗമായത്. അവിടെ ചെന്നപ്പോ പല സ്ഥലങ്ങളിലുള്ള, കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള എത്രയോ പേർ സുഹൃത്തുക്കളായി. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. Now I am not at all lonely. I do not feel solitude. ഛർദിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആദ്യമൊക്കെ വിഷമമായിരുന്നു. ഇപ്പോൾ രാത്രി അന്നനാളത്തിൽ ആഹാരം കുടുങ്ങി ഛർദിച്ച് പൊളഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇനി കുറച്ചു നേരം വായിക്കാം. So I have enough time to read. ഒറ്റയ്ക്ക് വളർന്നുകൊണ്ടാകാം ആരെയും മണിക്കൂറുകളോളം കേട്ടിരിക്കാനുള്ള കഴിവ് ദൈവം. I can listen for hours. ഗ്രൂപ്പുകളിൽ എന്നെ ഏറെ സ്നേഹിക്കുന്ന, ബന്ധുക്കളെക്കാൾ വീട്ടിലുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഈ കൂട്ടായ്മകളിലാണ്. ഞാൻ ഇതൊക്കെ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും പറയാൻ ഒരു കഥയുണ്ടാവും.
നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു കഥയാണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് അന്നാ കരേനീന എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്. എല്ലാ സന്തോഷമുള്ള കുടുംബങ്ങളും ഒരുപോലെയാണ്. ബട്ട് ഈച്ച് അൺഹാപ്പി ഫാമിലി ഈസ് ഡിഫറെന്റ് ഇൻ ഇറ്റ്സ് ഓൺ വേ. ഓരോ അസന്തുഷ്ടി നിറഞ്ഞ ഓരോ കുടുംബവും വ്യത്യസ്തമായിരിക്കും. ഞാൻ അതിനാണ് പറഞ്ഞത്. എനിക്കൊരു കഥ പറയാനുണ്ട്. എന്നെ കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കഥ പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യം: ഹാപ്പിനെസ് ഈസ് എ ഹാബിറ്റ്. അതൊരു ശീലമാണ്. കുഞ്ഞുങ്ങൾക്ക് ആ ശീലമുണ്ട്. ഒരു കാരണവുമില്ലാതെ അവർ അങ്ങ് ചിരിക്കും. നമ്മളും അങ്ങനെ ചിരിച്ചിരുന്നു ഒരു കാലത്ത്. കൊന്നിത്തോട്ട് കളിച്ചിരുന്നു, കള്ളനും പോലീസും കളിച്ചിരുന്നു, സാറ്റ് കളിച്ചിരുന്നു. ഒരു കാരണവുമില്ലാതെ നമ്മൾ ചിരിക്കും. എന്റെ പുത്രി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, പപ്പയുടെ തലയിൽ ഒരു കാക്ക ഇരിക്കുന്നു, തട്ടിക്കള. കൈ തട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കൈ തട്ടി. പെട്ടെന്ന് അവൾ ഉച്ചത്തി വിളിച്ചു പറഞ്ഞു, കഫി കഫിക്കോ കോമൾ വീക്കോ, കുഞ്ഞമ്മയുടെ മോളെ യോ പ്ലിങ്. എന്നിട്ട് അവൾ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എനിക്ക് വലിയ ചിരിയൊന്നും വന്നില്ല. എന്റെ പുത്രി ഒരു കാരണവുമില്ലാതെ ഹാപ്പിനെസ് ഒരു ഹാബിറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് അവൾ വിവാഹം കഴിക്കുമ്പോൾ കഫി കഫിക്കോ കോമൾ പീക്കോ ഒന്നും അവൾ പാടത്തില്ല. അവളുടെ മക്കൾ പാടുമായിരിക്കും. നമ്മൾ വളർന്നപ്പോ, നമ്മൾ മുതിർന്നവരായപ്പോ ഹാപ്പിനെസ് ഈസ് എ ഹാബിറ്റ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഷുഡ് ബി എ ഹാബിറ്റ് എന്ന് നമ്മൾ എപ്പോഴോ മറന്നുപോകും. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലെ പട്ടിയെ നോക്കിയിട്ട് നമുക്ക് കൊതി വന്നു, പട്ടിയായിട്ട് ജനിച്ചെങ്കിൽ മതിയായി. രജനീഷിന്റെ ഒരു കഥയുണ്ട് കേട്ടോ. ഒരു യജമാനൻ പട്ടിയെ നോക്കി പറയുവാണ്, നീ എത്രയോ ഭാഗ്യവാനാണ്. രാത്രിയായ 2 കുടച്ചിൽ കുടഞ്ഞിട്ട് നിനക്ക് ചെന്നങ്ങ് കിടന്നാൽ എനിക്കെങ്ങനെ കിടക്കാൻ പറ്റുമോ? എല്ലാ വാതിലുകളും അടയ്ക്കണം, അലാറം സെറ്റ് ചെയ്ത് വെക്കണം, ഗ്യാസ് ഓഫ് ചെയ്യണം, ഭാര്യ വിളിക്കുന്ന ചീത്ത മൊത്തം കേൾക്കണം, കുഞ്ഞുറങ്ങിയില്ലെങ്കിൽ അതിനെ തോളിലിട്ട് മുറ്റം മൊത്തം നടക്കണം, ലൈറ്റ് ഓഫ് ചെയ്യണം, നാളത്തെ ഓഫീസിലേക്ക് പോകുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ കോഴുകും. രാവിലെ നിനക്ക് 2 കുടച്ചിൽ കുടഞ്ഞിട്ട് വിളവഴി ഓടിയാം, എനിക്ക് വീണ്ടും തുടങ്ങും. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകണം, ഭാര്യയെ കൊണ്ടുപോകണം, ഓഫീസിൽ പോകണം. ഇനി നീ ചത്തുപോയാലോ, നിനക്കങ്ങ് ചത്താ മതി. ഞാൻ ചത്തു കഴിഞ്ഞാലും പിന്നെയും പോകണം സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ, അവിടെയും ചെന്ന് കഷ്ടപ്പെട്ടു. കണ്ടോ? നമുക്ക് പട്ടിയെ നോക്കി കൊതിയാണ്, പട്ടിയായി മതിയായി. കുഞ്ഞുനാളിൽ ഇതൊന്നും നമ്മൾ അലട്ടിയിരുന്നില്ല. ഹാപ്പിനെസ് വാസ് എ ഹാബിറ്റ്. പതുക്കെ നമുക്ക് പായസ പ്രിപ്പറേഷനിലോട്ട് പോകും. ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആയ കെച്ചൈവ് പറഞ്ഞു, പിന്നീട് റഷ്യയിലേക്ക് കുടിയേറി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തി കൂടും. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ കേൾവി വർദ്ധിക്കും. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഘ്രാണശക്തി, മണക്കാനുള്ള ശക്തി കൂടും. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് രുചിക്കാനുള്ള കഴിവ് കൂടും. മാർഗരറ്റ് കോർബറ്റ് ഒരു പടി കൂടെ കടന്നു പറഞ്ഞു, ഇഫ് യു ആർ ഹാപ്പി യുവർ മെമ്മറി വിൽ ബി സൂപ്പർ. ശരിയാണ്. വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഭാര്യയുടെ ബർത്ത്ഡേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ഓഗസ്റ്റ് 10. കറക്റ്റ്. പക്ഷെ അൺഹാപ്പി ആയിരിക്കുന്ന നിമിഷത്തിലാണ് ചോദിക്കുന്നത്, നമ്മൾ ആലോചിക്കും, എന്നാണ് അവളുടെ ബർത്ത്ഡേ? ഫെബ്രുവരി 31 ആണെന്ന് തോന്നുന്നു. കേൾക്കുന്നവൻ തന്നെ ഞെട്ടിപ്പോകും. ഫെബ്രുവരി 31. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കുറെ മനഃശാസ്ത്രജ്ഞന്മാർ ഹാപ്പിനെസ്സും ക്രിമിനാലിറ്റിയും തമ്മിൽ ഒരു പഠനം നടത്തി. 3 വർഷങ്ങളോളം അവർ പഠിച്ചു. എന്നിട്ട് അവർ കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഡച്ച് ഭാഷയിലെ പഴമൊഴി ശരിയാണ്. ഹാപ്പി പീപ്പിൾ ആർ നെവർ വിക്കറ്റ്. സന്തോഷമുള്ള ജനങ്ങൾ ദുഷ്ടരല്ല. ശരിയാണ്. കൊലപാതകമൊക്കെ ചെയ്യുന്ന, മോഷണ കേസിലൊക്കെ പോലീസുകാർ പിടിക്കുന്നവരുടെ മുഖത്ത് നോക്കൂ, ദേ ആർ നോട്ട് ഹാപ്പി. അവരുടെ കുടുംബങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദേ ആർ നോട്ട് ഹാപ്പി. അവർക്ക് ഹാപ്പി ആയിരിക്കാം. അതാണ് ഡച്ച് പഴമൊഴി പറയുന്നത്, ഹാപ്പി പീപ്പിൾ ആർ നെവർ വിക്കറ്റ്. ഡോക്ടർ ഷിൻഡ്ലർ ഒരു പടി കൂടെ കടന്ന് നമ്മളോട് പറയുന്നു, അൺഹാപ്പിനെസ് is the cause of all psychosomatic diseases.
നമുക്കുണ്ടാകുന്ന മിക്ക അസുഖങ്ങളുടെയും എല്ലാ അസുഖങ്ങളുടെയും കാരണം അസന്തുഷ്ടിയാണ്. ആൻഡ് ഹാപ്പിനെസ് ഈസ് ദ ഓൺലി വൺ ക്യൂർ. അദ്ദേഹം പറയുന്നുണ്ട്, ഡിസീസിനെ നിങ്ങൾ പിരിക്കൂ. ഡിസ് അധികം ഈസ് ഇല്ലാത്ത അവസ്ഥ, ഹാപ്പിനെസ് ഇല്ലാത്ത അവസ്ഥ, പലതരത്തിൽ ശരീരം പ്രതികരിക്കും. അതാണ് നമ്മുടെ അസുഖം. എന്താണ് നമുക്ക് ഈ സന്തോഷിക്കാൻ പറ്റാത്തതിനുള്ള കാരണം? നമ്മൾ ജീവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് നമ്മൾ ഉറപ്പുവരുത്തും, ഞാൻ ജീവിക്കുന്നുണ്ട് മച്ചമ്പി, ശരിക്കും ഞാൻ ജീവിക്കുന്നു. പക്ഷെ ഡോക്ടർ പാസ്കൽ പറയുന്നു, വി ആർ നോട്ട് ലിവിങ്. നമ്മൾ ജീവിക്കുന്നില്ല. പിന്നെയോ, വി ആർ ഹോപ്പിംഗ് ടു ലീവ്. ജീവിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തരുന്നില്ല. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ബീയിങ് ഹാപ്പി. ഭാവിയിൽ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ സന്തോഷിക്കും എന്ന് കരുതി നമ്മൾ ജീവിക്കും. വി ആർ നോട്ട് ലീവിങ്, വി ആർ ഹോപ്പിംഗ് ടു ലീവ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ബീയിങ് ഹാപ്പി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? 10ാം ക്ലാസ് ഒന്ന് ജയിക്കണം, ഹാപ്പിയാവും. 10ാം ക്ലാസ് ജയിക്കുമ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം വയ്ക്കും, പ്രീ ഡിഗ്രി ഒന്ന് ജയിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നെ ഹാപ്പിനെസ് ആയ. പ്രീ ഡിഗ്രി ജയിക്കും, ഇനി ഒന്ന് ഡിഗ്രി ഒന്ന് ജയിച്ചു കിട്ടണം. ഡിഗ്രി ജയിച്ചു, അപ്പോഴും നമുക്ക് ഹാപ്പിനെസ്സിന് നമ്മൾ അടുത്ത ഗോൾ കണ്ടെത്തി. ഇനി PSC പഠിച്ച് ഒരു എങ്ങനെയെങ്കിലും ജോലി ഒപ്പിക്കാം. എന്ത് ജോലിയായാലും കുഴപ്പമില്ല. ജോലി കിട്ടി, ഹാപ്പി ആയോ? കുറച്ച് കുറവ്. ഇനി ഒന്ന് പെണ്ണ് കെട്ടണം. പെണ്ണ് കെട്ടിയാൽ ഹാപ്പി ആകുന്നുണ്ടോ? ഇല്ല. കുഞ്ഞിക്കാല് കാണണം. കുഞ്ഞിക്കാല് കണ്ടു, അപ്പോഴും അടുത്ത ഗോളെത്തി. കുഞ്ഞിക്കാലിനൊരു കൂട്ട് വേണ്ടേ? രണ്ടാമതൊരു കുഞ്ഞിക്കാല് വേണം. അപ്പോഴും ഹാപ്പി ആവുന്നോ? പറ്റുന്നില്ല. വീട് വെക്കണം. ഒരു നില വീട് വെച്ചു, ഹാപ്പിനെസ്സിന് അടുത്ത ലക്ഷ്യമായി രണ്ടാമതൊരു നില വീട് വെക്കണം. ഹാപ്പിനെസ്സിന് അടുത്ത ലക്ഷ്യമായി മക്കളെ ഒന്ന് വളർത്തണം, മക്കളെ ഒന്ന് കെട്ടിച്ചു വരണം. പിന്നെ തീരുമാനിക്കും, റിട്ടയർ ആയിട്ട് വേണം ഒന്ന് സന്തോഷിക്കാൻ. റിട്ടയർ ആയി കഴിയുമ്പോൾ പ്രഷറായി, ഷുഗറായി, അപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ചക്കക്കുരു തൊണ്ടയിൽ കുരുങ്ങി മരിച്ച് ചുമരിൽ ഫോട്ടോ ആയിട്ടിരിക്കുമ്പോൾ താഴെ മക്കളുടെ മക്കൾ കഫി കഫിക്കോ കോമൾ പീക്കോ എന്ന് പറഞ്ഞ് പാടിക്കളിക്കുമ്പോൾ ഫോട്ടോ ഇരുന്നുകൊണ്ട് കൊതിക്കും, ഇതുപോലെയൊക്കെ കളിച്ച് ചിരിച്ച് ജീവിക്കണവൻ അടുത്ത ജന്മത്തിലാവട്ടെ. പണ്ട് ഹാപ്പി ജാമിന്റെ ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ? സന്തോഷം കൊണ്ട് ഇനി ഇരിക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട്, ജാമിൻ്റെതാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ആർക്കും സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ, നമുക്ക് പൈൽസൊക്കെ വന്നാൽ ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥ, സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയെ നമുക്ക് ഉണ്ടാകുന്നില്ല. കാരണം എങ്ങനെ സന്തോഷിക്കും സാറേ? കെട്ടിയോ കുടിയൻ, മൂത്തമോ കഞ്ചാവ്, ഇളയവള് 10ൽ 2 പ്രാവശ്യം തോറ്റു. ഞാനാണെങ്കിൽ ആക്രി വറക്കാൻ വരുന്ന ബംഗാളി വസുദേവ ഭട്ടാചാര്യോടൊപ്പം ഒളിച്ചോടാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. എനിക്കും ടെൻഷൻ, സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ, എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ് എല്ലാം ഓക്കെ ആവണം. ഐ വിൽ ബി ഹാപ്പി only when external circumstances are comfortable. ഇവിടെ നമ്മുടെ ചർച്ച തുടങ്ങാം, നമ്മുടെ ചിന്തകൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. ആലോചിച്ച് നോക്കൂ, നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ചുറ്റുപാടുകൾ നേരെയാവണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതാണ്, കൊറോണ ഒന്ന് മാറിക്കിട്ടിയാൽ ഹാപ്പി ആവുക. നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരം കാത്തിരിക്കുവാണ്, എത്ര പേർക്ക് കൊറോണയായി. സംഖ്യ കൂടുമ്പോൾ നമ്മൾ ഞെട്ടുന്നു, നമ്മുടെ സന്തോഷം കുറയുന്നു. സംഖ്യ കുറയുമ്പോൾ സന്തോഷം കൂടുന്നു. മാക്സ്വെൽ എന്ന സൈക്കോളജിസ്റ്റ് ആണ് പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സന്തോഷം കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വി ആഡ് ഒപ്പീനിയൻ ടു ഫാക്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, വി ആഡ് ഒപ്പീനിയൻ ടു ഫാക്ട്. സത്യത്തോടൊപ്പം നമ്മുടെ അഭിപ്രായം നമ്മൾ കൂട്ടിച്ചേർക്കും. മാക്സ്വെലിന്റെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത ഒരു സ്ത്രീ മാക്സ്വെലിനോട് പറഞ്ഞു, മാക്സ്വെൽ, ഹൗ ക്യാൻ ഐ ബി ഹാപ്പിയർ
when my husband is alcoholic, my life is ruined. എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും മാക്സ്വെൽ? എന്റെ ഭർത്താവ് മുഴുക്കുടിയനാണ്, എന്റെ ജീവിതം നശിച്ചു. അപ്പൊ മാക്സ്വെൽ ആ സ്ത്രീയോട് പറഞ്ഞു, you can be happier by not adding your opinion to the facts. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും സത്യത്തോട് നിങ്ങളുടെ അഭിപ്രായം കൂട്ടിച്ചേർത്ത് വയ്ക്കാതിരിക്കൂ. നിങ്ങളുടെ ഭർത്താവ് കുടിയനാണ് എന്നുള്ളത് ഫാക്ട്, സത്യം. എന്റെ ജീവിതം നശിച്ചു എന്നത് നിങ്ങളുടെ അഭിപ്രായം മാത്രം. ഡു നോട്ട് ആഡ് ഒപ്പീനിയൻ ടു ദ ഫാക്ട്. 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു എനിക്ക് കിട്ടിയില്ല എന്ന് കരുതുക. ദാറ്റ് ഈസ് ഫാക്ട്. ഞാൻ തകർന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒപ്പീനിയൻ. ആ ഒപ്പീനിയനെ ഫാക്ടിനോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ ഐ വിൽ ബിക്കം അൺഹാപ്പി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത്? ഞാൻ എന്നോട് പറയുന്ന അഭിപ്രായം, നമ്മൾ സെൽഫ് ടോക്ക് എന്നൊക്കെ പറയും. സാധാരണ സൈക്കോളജി പറയുന്നത് ഒരു ശരാശരി മനുഷ്യൻ ഒരു 50,000 പ്രാവശ്യമെങ്കിലും സെൽഫ് ടോക്ക് നടത്തും. അതിൽ സിംഹഭാഗവും നെഗറ്റീവായിരിക്കും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ശരിയാവത്തില്ല, കേരളം ശരിയല്ല, ഇവിടെയുള്ള മന്ത്രിസഭ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ പോകുന്നു. നെഗറ്റീവായ ഞാൻ എന്നോട് തന്നെ പറയുന്ന അഭിപ്രായങ്ങൾ. ഇതിനെ ഉദാഹരിക്കാൻ വേണ്ടി ജാക്ക് കാൻഫീൽഡ് ചിക്കൻ സൂപ്പ് ഫോർ സോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് എഴുതിയ ജാക്ക് കാൻഫീൽഡ് നിക്ക് എന്നൊരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നടന്ന സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. നിക്ക് ഒരു റെയിൽവേ ജോലിക്കാരനായിരുന്നു. പാളങ്ങൾ പരിശോധിക്കുക, ഗുഡ്സ് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾ പരിശോധിക്കുക, ഇതൊക്കെയായിരുന്നു അയാളുടെ തൊഴിൽ. ഒരു ദിവസം അവിടുത്തെ ഫോർമാന്റെ പിറന്നാൾ ആഘോഷം. അപ്പൊ സ്റ്റാഫ് എല്ലാം കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്തു. വർക്കൊക്കെ നേരത്തെ തീർക്കാമെന്നൊരു ധാരണയായി. അപ്പൊ നിക്ക് പാളങ്ങളൊക്കെ പരിശോധിച്ചു. അവസാനം ഒരു ഗുഡ്സ് ട്രെയിനിന്റെ ശീതീകരിച്ച മുറിക്കകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിക്ക് ആ മുറിക്കകത്ത് നിൽക്കുന്നു എന്നറിയാതെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ ആരോ പുറത്തു നിന്ന് പൂട്ടി പുറത്തേക്ക് പോയി. വർക്കൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നിക്ക് വാതിൽ തുറക്കാൻ ശ്രമിച്ച വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. തട്ടി മുട്ടി വിളിച്ചു, ചവിട്ടി, നിലവിളിച്ചു, രക്ഷയില്ല. അപ്പൊ നിക്കിനറിയാം ഇതൊരു ശീതീകരിച്ച ബോക്സ് കാറാണ്. കുറച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഊഷ്മാവ് കുറഞ്ഞ് 0 ഡിഗ്രി ആവും. ഞാൻ വിറങ്ങലിച്ചു മരിക്കും. അയാൾ അവിടെ കണ്ട ഒരു കത്തിയെടുത്ത് ഒരു വുഡൻ പാനൽ, തടി കൊണ്ടുണ്ടാക്കിയ പാനലുണ്ട്, അവിടെ എഴുതി വെച്ചു, ഐ ആം ബിക്കമിങ് നം. ഞാൻ മരവിച്ചുകൊണ്ടിരിക്കുന്നു. ഐ വിൽ ഫ്രീസ് ടു ഡെത്ത്. ഞാൻ വിറച്ച് മരിക്കും. അടുത്ത ദിവസം രാവിലെ സഹപ്രവർത്തകർ എത്തി ഈ ബോക്സ് കാർ തുറന്നപ്പോൾ നിക്കിന്റെ ശവശരീരം കണ്ടെത്തുന്നു. ഓട്ടോപ്സി ചെയ്തു, പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അദ്ദേഹം തണുത്ത് വിറച്ച് മരിച്ചതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഇനിയാണ് ട്വിസ്റ്റ്. ജാക്ക് കാൻഫീൽഡ് പറയുന്നു, നിക്ക് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഐ ആം ബിക്കമിങ് നം എന്നാണ്. എന്നാൽ ആ ബോക്സ് കാറിന്റെ ശീതീകരണ സംവിധാനം അന്ന് കേടുപറ്റിയിരുന്നു. ഇറ്റ് വാസ് ഇൻഓപ്പറേറ്റീവ്. ഞാനിതാ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ബോക്സ് കാറിന് ഉള്ളിലെ ഊഷ്മാവ് 55 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു. ജാക്ക് കാൻഫീൽഡ് പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്, നിക്ക് കിൽഡ് ഹിംസെൽഫ് വിത്ത് ദ പവർ ഓഫ് ഹിസ് തോട്ട്സ്. നിക്ക് അയാളുടെ ചിന്തകളുടെ ശക്തി കൊണ്ട് അയാളെ കൊന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സന്തോഷിക്കണമെങ്കിൽ സന്തോഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. പക്ഷെ പലപ്പോഴും നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സംഭാഷണങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക് നെഗറ്റീവായ കാര്യങ്ങൾ കയറി വരുന്നു. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ടാണ് ഡാനിയൽ ആമേൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഇങ്ങനെ കയറി വരുന്ന നെഗറ്റീവായ ചിന്തകൾക്ക് മനോഹരമായ ഒരു പേരിട്ടു, ANT, ഉറുമ്പ്, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്.
അറിയാതെ കയറി വരുന്നതാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. ഡാനിയൽ ആമേൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, കുറെ ഉറുമ്പുകൾ കയറി വരും. നാം ആ ഉറുമ്പിനെ പിതുക്കി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാം സന്തോഷത്തിൽ നിന്നും അസന്തുഷ്ടിയിലേക്ക് കൂപ്പുകുത്തി വീഴും. പക്ഷെ ആൽബർട്ട് എല്ലീസ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഇതേക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ഉറുമ്പുകളാണ് നമ്മുടെ അൺഹാപ്പിനെസിന്റെ പ്രധാന കാരണങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മനോഹരമായ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ചൊവ്വാഗ്രഹത്തിലുള്ള ആൾക്കാർ ഭൂമിയിലുള്ള നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞാൽ അവർ ചിരിച്ചിരിച്ച് ചാവും. ഇഫ് മാർഷ്യൻസ് എവർ ഹാപ്പൻ ടു നോ how human beings think, they will kill themselves laughing. മാർസ് എന്ന ഗ്രഹത്തിലെ ആൾക്കാർ ഈ ഭൂമിയിലുള്ളവർ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന് എങ്ങാനും അറിയാൻ ഇടവന്നാൽ ചിരിച്ചിരിച്ച് ചാവും. ആൽബർട്ട് എല്ലിസ് പറഞ്ഞ പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ കണ്ടതിന് ശേഷം നമ്മെ അസന്തുഷ്ടിയിലേക്ക് തള്ളിവിടുന്ന ആ ഉറുമ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആൽബർട്ട് എല്ലിസ് ആദ്യമായി പറയുന്ന വാക്യം ഇതാണ്: ഇറ്റ് ഈസ് ഓൾ ഇൻ യുവർ ഹെഡ്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ആ നിങ്ങൾ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇറ്റ് ഈസ് ഓൾ ഇൻ യുവർ ഹെഡ്. എല്ലാം നമ്മുടെ തലയ്ക്കകത്താണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ വാക്യം, സിൻസ് ഇറ്റ് ഈസ് യുവർ ഹെഡ് യു ഹാവ് ദ ചോയ്സ് ഓവർ യുവർ തോട്ട്സ്. നിങ്ങളുടെ തലയ്ക്കകത്താണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് ചിന്ത തിരഞ്ഞെടുക്കണം എന്ന ചോയ്സ് നിങ്ങൾക്കുണ്ട്. മൂന്നാമത്തെ വാക്യം, ബൈ ബീയിങ് കോൺഷ്യസ് ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ഹൗ യു ഇന്റർപ്രറ്റ് ദ തോട്ട്സ് യു ക്യാൻ കൺട്രോൾ ദ റെസ്പോൺസ്. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവബോധമുണ്ടായാൽ, എന്റെ ചിന്തകളെ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്റെ പ്രതികരണത്തെ എനിക്ക് മാറ്റാൻ പറ്റും. അടുത്ത വാക്യം, when you change your response you can change your emotional state. നമ്മൾ നമ്മുടെ പ്രതികരണം മാറ്റിയാൽ നമ്മുടെ വൈകാരിക തലത്തെ മാറ്റാൻ പറ്റും. when you change your emotional state you can change your physical reaction. നമ്മുടെ വൈകാരിക തലത്തെ മാറ്റിയാൽ നമ്മുടെ ശാരീരികമായ പ്രതികരണങ്ങളെ മാറ്റാൻ പറ്റും. when you change your physical reactions you can change the result you are going to get. നിന്റെ ശാരീരികമായ പ്രവർത്തനങ്ങളെ മാറ്റാൻ നിനക്കായാൽ നിനക്ക് ലഭിക്കുന്ന ഫലത്തെ മാറ്റാൻ പറ്റും. ഇനി ഒന്നാമത്തെ വരി എടുത്തു നോക്കൂ. ഇറ്റ് ഈസ് ഓൾ ഇൻ യുവർ ഹെഡ്. എല്ലാം നമ്മുടെ തലയ്ക്കകത്താണ് സംഭവിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോക്രട്ടീസിന്റെ ഭാര്യയായിരുന്നു സാന്തിപ്പി, വഴക്കാളിയായിരുന്നു. ഒരു ദിവസം സോക്രട്ടീസ് ക്രീറ്റോയെയും പ്ലേറ്റോയെയും ഒക്കെ ഇരിക്കുന്ന ശിഷ്യഗണങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സാന്തിപ്പി അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഹീബ്രുവും ഗ്രീക്കും ഒക്കെയാണ്, മലയാളം പറഞ്ഞിട്ടുണ്ടാവും. സോക്രട്ടീസ് ഒന്നും മിണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ സാന്തിപ്പി പാത്രം കഴിയ വെള്ളമൊക്കെ കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലവഴിയും ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് പല രീതിയിൽ സോക്രട്ടീസിന് പ്രതികരിക്കാം. സാന്തിപ്പിയെ 90 ഡിഗ്രി വളച്ചു നിർത്തി ദുന്ദുപി നാദം എന്ന് പറഞ്ഞ് 3 എണ്ണം എടുത്തിട്ട് കൊടുക്കാം. പക്ഷേ സോക്രട്ടീസ് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ക്രീറ്റോയും പ്ലേറ്റോയും ഒക്കെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇടിമുഴക്കം കഴിഞ്ഞാൽ മഴ പെയ്യും. സാന്തിപ്പി പിന്നെയും എന്തോ പുലമ്പി. സോക്രട്ടീസ് വാസ് കാം, ഹാപ്പി. എന്താണ് ഇവിടെ സംഭവിച്ചത്? സോക്രട്ടീസിന്റെ മനസ്സിലാണ് പ്രതികരണമുള്ളത്. എന്റെ ചിന്തകൾ എന്താണെന്ന് സോക്രട്ടീസ് കോൺഷ്യസ് ആയപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് സോക്രട്ടീസ് തീരുമാനിച്ചു. അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ് പിന്നീട് ഹംലക് വിഷം കൊടുത്ത് സോക്രട്ടീസിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ തെരുവിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാന്തിപ്പി ഓടി വന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന, നമ്മെ സന്തോഷത്തിൽ നിന്നും അസന്തുഷ്ടിയിലേക്ക് തള്ളിവിടുന്ന ആ ഉറുമ്പുകൾ ഏതൊക്കെയാണ്.
ഒന്നാമത്തെ ഉറുമ്പ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്. ഇതിനെ ആൽബർട്ട് എല്ലിസ് റിവേഴ്സ് ആൽക്കമി എന്നാണ് വിളിക്കുന്നത്. പണ്ട് നമ്മൾ ആൽക്കമിസ്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈയത്തിനെ സ്വർണമാക്കാൻ കഷ്ടപ്പെട്ടിരുന്ന കുറെ രസതന്ത്രജ്ഞന്മാർ. പക്ഷെ ഇത് റിവേഴ്സ് ആൽക്കമിയാണ്. പോസിറ്റീവായ കാര്യങ്ങളെ നാം ഡിസ്ക്വാളിഫൈ ചെയ്യുമ്പോൾ നാം ചെയ്യുന്നത് സ്വർണത്തെ ഈയമാക്കുകയാണ് ചെയ്യുന്നത്. വി ചേഞ്ച് ഗോൾഡ് ആൻഡ് ജോയ് ഇൻ ടു ഇമോഷണൽ ലെറ്റ്. റോയൽ സാരിയൊക്കെ ഉടുത്ത് ഒരു ടീച്ചർ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണെന്ന് കരുത്. നല്ല സാരിയാണ്, അവർക്ക് ഇത് ഇണങ്ങുന്നുണ്ട്. ഇന്റർവെല്ലിന് സഹപ്രവർത്തക ടീച്ചർ നോക്കി പറഞ്ഞു, ടീച്ചറെ ഓയിൽ സാരി സൂപ്പർ ആയിരിക്കുന്നു, ടീച്ചർ നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ. സി, ഇറ്റ്സ് എ പോസിറ്റീവ് കമന്റ്. ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്, റിവേഴ്സ് ആൽക്കമി കേട്ടോണം. ടീച്ചർ ഉടനെ പ്രതികരിക്കുവാണ്, ഓയിൽ സാരിയാണെന്ന് 300 രൂപയേ ഉള്ളൂ, ബ്ലൗസ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. 2-3 നനപ്പ് കഴിയുമ്പോൾ പിന്നെ നിക്കറടിക്കാൻ പോലും കൊള്ളത്തില്ല. കീറി പറഞ്ഞു. കണ്ടോ, സാരി കൊള്ളാം, യു ലുക്ക് ക്യൂട്ട് ഇൻ ദിസ് ഡ്രസ് എന്ന പോസിറ്റീവ് കമന്റ് കേട്ട് സന്തോഷിക്കുന്നതിന് പകരം ആ ഉറുമ്പ് കയറി വന്നു ആ പോസിറ്റീവ് കമന്റിനെ അങ്ങ് ഡിസ്ക്വാളിഫൈ. നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയെന്നറിഞ്ഞ് അയൽപക്കത്തുള്ള ഒരു വ്യക്തി കുറെ സീറ്റ്സും ഒക്കെ ആയിട്ട് വരുമ്പോ നാം ആ പോസിറ്റീവായ അവസ്ഥയെ സ്വീകരിച്ചത് സ്വർണമാണ്, അതിനെ സ്വീകരിച്ച് സന്തോഷിക്കുക. നമ്മൾ എന്തായിരിക്കും പലപ്പോഴും പറയുന്നത്? സ്വീറ്റ്സ് ഒക്കെ വാങ്ങും, എന്നിട്ട് പറയും, ഓ A+, അതിപ്പോ ഏത് തണ്ടിക്കും കിട്ടും. ഇത് മോനും കൂടെ കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും. സി, ഗോൾഡൻ ജോയ് നമ്മൾ ഇമോഷണൽ ലെറ്റ് ആക്കും. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കാണുമ്പോ ഭർത്താവ് എന്തോ വെള്ളം എടുക്കാനോ എന്തോ വന്നതാണ്. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇടി നിന്നെ ഈ പോസി കണ്ടപ്പോഴേ സത്യം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരാൻ തോന്നുന്നു. ഭർത്താവിന്റെ ഒരു സന്തോഷം തോന്നിയതാണ്. അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ റിവേഴ്സ് ആൽക്കമി നോക്കിക്കോണം, സന്തോഷം ഇല്ലാതാക്കുന്ന രീതി നോക്കണം. ഭാര്യ പറയും, അയ്യോ ഞാൻ എല്ലാം കൂടെ മുഷിഞ്ഞ് നാറി ചാണകത്തിന്റെ നാട്ടിൽ. കണ്ടോ, കൽക്കണ്ട പോലെ മധുരമുള്ള ചുംബനവുമായിട്ട് വന്ന ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന ഒരു കൂട്ട ചാണകമാണ്. കണ്ടോ, റിവേഴ്സ് ആൽക്കമി. ഇനി ആലോചിച്ച് നോക്കണം, എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു സംഭവം നടക്കുമ്പോൾ ആ സ്വർണത്തെ നാം ഈയമാക്കി മാറ്റുന്നുണ്ടോ? കാരണം ആൽബർട്ട് എല്ലിസ് പറയുന്നു, വി ഓൾവേസ് ത്രോ കോൾഡ് വാട്ടർ ഓൺ പോസിറ്റീവ് ഇവന്റ്സ് ആൻഡ് വി ലീഡ് എ ഡാംബ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പോസിറ്റീവായ സംഭവങ്ങൾക്ക് മേൽ നാം തണുത്ത വെള്ളം കോരി ഒഴിച്ചതിന് ശേഷം കുതിർന്ന ജീവിതം നാം നയിക്കുന്നു. നല്ല ചൂടുള്ള ത്രസിപ്പിക്കുന്ന ജീവിതം ആസ്വദിക്കേണ്ടതിന് പകരം നമ്മൾ തന്നെ തണുത്ത വെള്ളം കോരി ഒഴിച്ച് നനഞ്ഞ് കുതിർന്ന് ജീവിതത്തെ മുന്നോട്ട് നീക്കും. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിൽക്കുകയാണ് ഭർത്താവും ഭാര്യയും. ഭാര്യ ഭർത്താവിനെ നോക്കി ചോദിക്കും, ചായ സന്തോഷമായാലും ഡിസ്ചാർജ് ഒക്കെ ആയി, നമുക്ക് ഇന്ന് വീട്ടിൽ ചെന്ന് നല്ല ഫുഡൊക്കെ വെച്ച് കഴിക്കാം. എന്ത് മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നേ. ഡിസ്ചാർജായി ഗോൾഡൻ ജോയ് ഫീൽ ചെയ്യേണ്ട സമയം അതിനെ ഈയമാക്കുന്നത് നോക്കിക്കോണം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിക്കുവാണ്, അങ്ങനെ സന്തോഷിക്കാനെന്ന് എനിക്ക് തോന്നുന്നത്, നിനക്കറിഞ്ഞൂടെ അപ്പുറത്തെ വീട്ടിലെ കേശവണ്ണന്റെ കാര്യം, ഡിസ്ചാർജ് ചെയ്ത് 3-ന്റെ അന്നാണ് തട്ടിപ്പോയത്. കണ്ടോ, ഇതാണ് റിവേഴ്സ് ആൽക്കമി. ഇതാണ് റിവേഴ്സ് ആൽക്കമി. വീട്ടിൽ 4ാമതും ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കുഞ്ഞിനെ കാണാൻ വന്നു. ജോൺസൺ ആൻഡ് ജോൺസന്റെ പൗഡറൊക്കെ കൊണ്ടുവച്ചു, പുതിയ ഉടുപ്പൊക്കെ കൊണ്ടുവന്നു, തൊട്ടിൽ കെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പറയണം, തങ്കക്കുടം നല്ല മോൻ. കുഞ്ഞിന്റെ അമ്മ പറയുന്നത് നോക്കണേ. ചേച്ചിക്ക് പറയാം, ചേച്ചിക്ക് 2 ആൺമക്കളാണല്ലോ, കെട്ടിച്ചുവിടാകുമ്പോൾ സ്ത്രീധനവും കിട്ടും. ഇതിപ്പോ 4ാമത്തെ കൊച്ചാണ്, അങ്ങർക്ക് ഇത് തന്നെ പണി, ഞാൻ എങ്ങനെ കെട്ടിച്ചുവിടുമെന്ന്. സി, റിവേഴ്സ് ആൽക്കമി. നമ്മുടെ കുഞ്ഞിനെ ഒരാൾ പ്രശംസിച്ചു, ഇറ്റ്സ് എ പോസിറ്റീവ് ഇവന്റ്, ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് ഗോൾഡൻ ജോയ്. നമ്മൾ തന്നെ അതിന്മേൽ തണുത്ത വെള്ളം കോരി ഒഴിച്ച് അതിനെ ഈയമാക്കി മാറ്റിയെടുക്കും. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു കരുതുക, ട്രെയിനിങ് കൊള്ളാം കേട്ടോ,
നിങ്ങൾ ഇവിടെയൊന്നും ജീവിക്കേണ്ട മനുഷ്യരല്ല. നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്ന് ട്രെയിനിങ് എടുക്കണം, അന്റാർട്ടിക്കയിൽ ചെന്ന്. മരുഭൂമിയിലൊക്കെ നമുക്ക് നല്ല സ്കോപ്പാണ്. എന്നെ പുകഴ്ത്തുകയാണെങ്കിൽ ഐ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് ആസ് എ മൊമെന്റ് ഓഫ് ഗോൾഡൻ ജോയ്. അല്ലാതെ ഞാൻ അതിന്മേൽ തണുത്ത വെള്ളം കോരി ഒഴിക്കരുത്, ചുമ്മാ ഇരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഐ ഷുഡ് നോട്ട് ഡിസ്കൗണ്ട് ഇറ്റ്. എറിക് ബേൺ ഇതിനെ ഡിസ്കൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളെ നാം മാക്സിമം കണ്ടെത്തുക. കൗണ്ട് ദ ബ്ലെസ്സിങ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭർത്താവ് മരിക്കുകയാണെങ്കിൽ എന്ത് ബ്ലെസ്സിങ് കൗണ്ട് ചെയ്യാനുണ്ടോന്ന് ചോദിച്ചാൽ, മക്കളുണ്ടല്ലോ. മക്കൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളുണ്ടല്ലോ ജീവനോടെ. ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ചപ്പോൾ, മക്കൾ മരിച്ചപ്പോൾ ഭാര്യ താനിപ്പോഴും ജീവനോടെ ഉണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്ന ബ്ലെസ്സിങ് ആണ് കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മിസ്സിംഗ് ടൈൽ സിൻഡ്രോം നാം വെച്ച് പുലർത്തരുത്. മേൽക്കൂരയിൽ 100 ഓട് പാകാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ 2 ഓട് ഇളകിപ്പോയിട്ടുണ്ടാവും. ആ 2 ഓടിനെ കുറിച്ച് ഓർത്ത് ആകരുത് നാം ദുഃഖിക്കേണ്ടത്. പാകി വെടിപ്പായിരിക്കുന്ന 98 ഓടുകളെ കുറിച്ച് ഓർത്ത് we should feel happiness. So number 1, disqualifying the positive. ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദിക്കാൻ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം. മനഃപൂർവ്വം, ബോധപൂർവം തെരഞ്ഞു കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഉറുമ്പ് ഇമോഷണൽ റീസണിങ്. ഇമോഷണൽ റീസണിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിന്റെ തെളിവായി നമുക്കുണ്ടാകുന്ന വികാരങ്ങളെ കാണും. അവർ ഇമോഷൻസ് ആർ ദ എവിഡൻസസ് ഓഫ് റിയാലിറ്റീസ് എന്ന് നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കും. ഉദാഹരണത്തിന്, ഞാൻ ഒരാളെ ഫോൺ ചെയ്യുന്നു, അയാൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വീണ്ടും വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. എനിക്കൊരു ഇമോഷൻ ഉണ്ടാവും, കലി. എന്നിട്ട് ഞാനങ്ങ് പ്രഖ്യാപിക്കും, ഞാൻ വിളിക്കുമ്പോൾ അവൻ എടുക്കാനൊന്നും വയ്യ, എന്നെ ഇഷ്ടമില്ലായിരിക്കും. നോക്കൂ, എന്റെ ഇമോഷനാണ്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പ്രഖ്യാപിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും. അവൻ രാവിലെ ചക്കപ്പുഴുക്ക് കഴിയും, വയറിളകിയ കൗസിനകത്തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. പക്ഷെ ഞാൻ ദേഷ്യം എന്ന ഇമോഷൻ എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ ഒരു സംഭവത്തെ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇതാണ് ഇമോഷണൽ റീസണിങ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കാലൊന്ന് തട്ടുന്നു, ഉടൻ നമ്മൾ പ്രഖ്യാപിക്കും, ഇന്നത്തെ ദിവസം ശരിയല്ല, ഇന്ന് ഓഫീസിൽ പോയാൽ ശരിയാവും. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, എന്റെ മൂഡ് ശരിയല്ല, ഞാൻ ഇന്ന് നിന്നോടൊപ്പം വന്നാൽ ശരിയാവൂല. കണ്ടോ, എന്റെ മൂഡ് ശരിയല്ല, ഇമോഷൻ. അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇതാണ് ഇമോഷണൽ റീസൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും TGIF, താങ്ക് ഗോഡ് ഇറ്റ് ഈസ് ഫ്രൈഡേ. സായിപ്പന്മാരുടെ ഇടയിൽ വളരെ പ്രബലമായ ഒരു ചിന്തയാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ സായിപ്പന്മാർക്ക് വല്ലാത്ത സന്തോഷമാണ്. ജർമ്മനിയിലൊക്കെ അത് വളരെ പ്രബലമാണ്. കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയും ഞായറും അവർക്ക് ഹോളിഡേ, ഒഴിവ് ദിനങ്ങളാണ്. 2 ദിവസം അവർ പരമാവധി ആസ്വദിക്കും. വെള്ളിയാഴ്ച ആവുമ്പോൾ അവരുടെ ഇമോഷൻ മാറും, അപ്പൊ അവർ സന്തോഷിക്കും. തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ ഉടൻ ഇമോഷൻ മാറും. മൺഡേ മോർണിംഗ് സിക്നസ് വരും. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഓഫീസിൽ പോകണം, സ്കൂളിൽ പോകണം. കൊറോണ കഴിയുമ്പോൾ ഇമോഷണൽ റീസണിങ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കും. കൊറോണ കഴിഞ്ഞ് ഓഫീസിൽ പോകണം, സ്കൂളിൽ പോകണം എന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ നമ്മൾ പറയും, ഓഹ്, കൊറോണ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു, എന്ത് സുഖമായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. ദിസ് ഈസ് കോൾഡ് ഇമോഷണൽ റീസണിങ്. നമ്മുടെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. അടുക്കളയിരിക്കുന്ന ഭാര്യ ഓടിപ്പിടച്ച് വന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് പറയുവാണ്, ചേട്ടാ നമ്മുടെ കോഴിക്കോട് പൊട്ടിപ്പോയി. ഭർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. ഭാര്യയ്ക്ക് ഇങ്ങനെ സങ്കടം കേട്ടു, എന്റെ കോഴിക്കോട് പൊട്ടി ചേട്ടാ. ഭർത്താവ് പറയുന്നു, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുവാണ്, റിസർവ് ബാങ്ക് ഗവർണർ നേരിട്ടുള്ള സംപ്രേഷണം, ലൈവ് ടെലികാസ്റ്റ്, റിപ്പോ റേറ്റ് കുത്തനെ ഇടിഞ്ഞു. ഭാര്യയ്ക്ക് കലി വരും. എന്റെ കോഴിക്കോട് ഇടിഞ്ഞതാണോ നിങ്ങൾക്ക് പ്രധാനം, അതോ റിപ്പോ റേറ്റ് ഇടിഞ്ഞതാണോ? ഭാര്യയ്ക്ക് ഇമോഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഭാര്യ ഉടൻ അടുത്തൊരു വാക്യം പറയും, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇമോഷണൽ റീസണിങ്. ഓർക്കുക, ഭാവിയിൽ ഡിപ്രഷൻ വരെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു ഉറുമ്പാണ്, ഒരു ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടാണ് ഈ ഇമോഷണൽ റീസൺ.
അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കണ്ടേ, സങ്കടം വന്നാൽ പ്രകടിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ പലപ്പോഴും പറയുന്നത് ഐ ആം ആംഗ്രി എന്നാണ്, ഐ ആം സാഡ് എന്നാണ്. നോ, ഐ ആം നോട്ട് ഇമോഷൻസ്. ഞാൻ വേറെ, എനിക്കുണ്ടാകുന്ന വികാരങ്ങൾ വേറെ. ഇനി മുതൽ ഇങ്ങനെ പറയുക, ഐ ഫീൽ ആങ്കർ, ഐ ഫീൽ സാഡ്നെസ്. ഐ ആം ഹാപ്പി എന്ന് പോലും പറയരുത്, ഐ ഫീൽ ഹാപ്പിനെസ്. എന്താണ് വ്യത്യാസം? ഐ ആം ആംഗ്രി എന്ന് പറഞ്ഞാൽ അത് എന്റെ അസ്തിത്വം, ഞാൻ ദേഷ്യമാകുന്നു. ഇറ്റ് ഈസ് എക്സിസ്റ്റൻഷ്യൽ ഫീലിംഗ് എന്ന് പറയും. ഞാൻ ദേഷ്യമാകുന്നു. എന്നാൽ ഐ ഫീൽ ആങ്കർ എന്ന് പറയുമ്പോൾ ആ അർത്ഥതലം മാറും. എക്സിസ്റ്റൻഷ്യൽ ഫീലിംഗ് മാറി ഒരു ഫിസിയോളജിക്കൽ ഫീലിംഗ് ആയിട്ട് മാറും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐ ഫീൽ ടൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? എനിക്ക് പല്ലുവേദന തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ പല്ലുവേദനയെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. എനിക്ക് വല്ലാത്ത പല്ലുവേദന തോന്നുന്നു. നമ്മൾ തൊട്ടടുത്ത് എന്തായിരിക്കും പറയുന്നത്? ഒരു ഡോക്ടറെ കാണണം. എനിക്ക് തലവേദന അനുഭവപ്പെടുന്നു, ഐ ഫീൽ ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ പറയുന്ന അടുത്ത വാക്യം എന്താണ്? അമൃതാഞ്ജൻ ഉണ്ടോ, വിക്സ് ഉണ്ടോ, ടൈഗർ ബാം ഉണ്ടോ? എക്സിസ്റ്റൻഷ്യൽ ഫീലിംഗിൽ നിന്നും ഫിസിയോളജിക്കൽ ഫീലിംഗിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയ അനലജി, ഒരു കമ്പാരിസൺ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആകാശമാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വികാരങ്ങളെല്ലാം മേഘങ്ങളാണ്. എനിക്ക് കൂടെ പറയുന്നു, ഐ ക്യാൻ ബി കമ്പയർഡ് ടു സ്കൈ ആൻഡ് മൈ ഇമോഷൻസ് ക്യാൻ ബി കമ്പയർഡ് ടു ക്ലൗഡ്സ്. ആകാശത്ത് മേഘങ്ങൾ വരും പോകും, ശരിയല്ലേ? വലിയ മേഘങ്ങൾ വരും, ചെറിയ മേഘങ്ങൾ വരും, വെളുത്ത മേഘങ്ങൾ വരും, നീലമേഘങ്ങൾ വരും. ആകാശത്തിനൊരു മാറ്റമുണ്ട്. ഇതുപോലെ ആകണം നമ്മുടെ മനസ്സിലേക്ക് വികാരങ്ങൾ വരുമ്പോൾ നാം എടുക്കേണ്ട നിലപാട്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഒരു സൂഫി കഥയിൽ പറയുന്നത് പോലെ ഒരാൾ ഒരു കുതിരയിൽ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. വഴി ഓരത്ത് നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, വേർ ആർ യു ഗോയിങ്? അപ്പൊ കുതിരയിൽ യാത്ര ചെയ്യുന്ന അയാൾ പറഞ്ഞു, ആസ്ക് ദ ഹോഴ്സ്. കുതിരയോട് ചോദിക്കും എവിടെ പോകും, കുതിരയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പലപ്പോഴും നാം ദേഷ്യപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, നിരാശപ്പെടുമ്പോൾ ഈ വികാരങ്ങളാണ് നമ്മെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഡു നോട്ട് ഫീഡ് ദ മോൺസ്റ്റർ. ഇമോഷണൽ റീസണിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആൽബർട്ട് എലിസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഡു നോട്ട് ഫീഡ് ദ മോൺസ്റ്റർ. ഈ ഭീകര ജീവിയെ നമ്മൾ ആഹാരം കൊടുത്ത് വളർത്തരുത്. എന്ന് വെച്ചാൽ, നേരത്തെ നമ്മുടെ കോഴിക്കോട് ഇടിഞ്ഞു വീണ ഭാര്യയുടെ കാര്യം പറഞ്ഞു. റിപ്പോ റേറ്റ് ഇടിഞ്ഞു എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ ദേഷ്യം ഉണ്ടാകുന്നു. അതൊരു ഭീകര ജീവിയെ പോലെ വീടിന്റെ നടയിൽ നിൽക്കുവാണ്, കയറണോ കയറണ്ടയോ. ഭാര്യയും ഭർത്താവും പലതും പറഞ്ഞ് ഈ മുറ്റത്ത് നിൽക്കുന്ന ദേഷ്യം എന്ന ഭീകരജീവിയെ വീട്ടിനകത്ത് പിടിച്ചിരുത്തി രസനയൊക്കെ കൊടുത്ത്, കുറെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത്, ഉച്ചയ്ക്ക് ഊണൊക്കെ വിളമ്പി, കുറച്ച് മട്ടൻ കറിയൊക്കെ വിളമ്പി, ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ ദേഷ്യം എന്ന ഭീകരജീവിയെ വളർത്തി വലുതാക്കരുത്. അതിനെ പട്ടിണിക്കിട്ട് കൊല്ലണം എന്ന് ആൽബർട്ട് എലിസ് പറയും. നെഗറ്റീവായ ഇമോഷൻ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുമ്പോൾ അതിനെ പട്ടിണിക്കിട്ട് കൊല്ലണം. ഡു നോട്ട് ഫീഡ് ഇറ്റ്. ആൽബർട്ട് എലിസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇമോഷണൽ റീസണിങ് പറയുമ്പോൾ, അതും കൂടെ ഉപകാരപ്പെടുമെന്ന് കരുതി അതും കൂടെ ഞാൻ പങ്കുവയ്ക്കുവാണ്. സൈബീരിയൻ നോർത്ത് റെയിൽ റോഡ് എന്നാണ് ആ സൂത്രത്തെ കുറിച്ച് പറയുന്നത്. സൈബീരിയയും റെയിൽവേയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട്. സൈബീരിയൻ നോർത്ത് റെയിൽ റോഡ്. നമുക്ക് നെഗറ്റീവായ ഈ ഒരു ഇമോഷൻ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോപ്പ്, നിർത്തുക. ദെൻ ബ്രീത്ത്, ആഴത്തിലൊന്ന് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ദെൻ നോട്ടീസ്, എന്താണ് നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കുക. ദെൻ റിഫ്ലക്ട് ആൻഡ് റെസ്പോണ്ട്. ഒരിക്കൽ കൂടെ പറയാം, സ്റ്റോപ്പ്, ബ്രീത്ത്, നോട്ടീസ്, റിഫ്ലക്ട് ആൻഡ് റെസ്പോണ്ട്. നമ്മൾ 3 ഉറുമ്പുകളെ കണ്ടിരിക്കുന്നു. 3 2 ഉറുമ്പുകളെ കണ്ടിരിക്കുന്നു. ഒന്ന് ഡിസ്ക്വാളിഫൈയിങ് ദ പോസിറ്റീവ്, 2 ഇമോഷണൽ റീസണിങ്. 3ാമത്തെ ഉറുമ്പ്, നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന 3ാമത്തെ ഉറുമ്പ് കറ്റസ്ട്രോഫൈസിങ് എന്ന് വിളിക്കുന്നു. കറ്റസ്ട്രോഫി അർത്ഥം കൊടിയ നാശം. കറ്റസ്ട്രോഫൈസിങ് എന്താണെന്ന് ചോദിച്ചാൽ,
ഇതിനെ ബൈനോക്കുലർ ട്രിക്ക് എന്ന് വിളിക്കും. ബൈനോക്കുലർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ദൂരെയുള്ള ഒരു ചെറിയ സംഭവത്തെ കാണാൻ വേണ്ടി നമ്മൾ ബൈനോക്കുലർ എടുത്ത് പിടിക്കും. ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ ആ ചെറിയ സംഭവം വലുതായി കാണും. ഇതാണ് കാറ്റസ്ട്രോഫൈസിംഗ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വൈകുന്നേരം 5:30 ട്യൂഷൻ കഴിഞ്ഞിട്ട് മകൾ വീട്ടിൽ വരേണ്ട സമയമായി. പക്ഷെ 6 മണിയായിട്ടും മകൾ എത്തുന്നില്ല. ശരിക്കും മകൾ അവിടെ ഇരുന്ന് ശശാങ്കനുമായിട്ട് ടിക്ടോക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വീട്ടിൽ അമ്മ കാറ്റസ്ട്രോഫൈസിങ് നടത്തും. അമ്മ അച്ഛനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ 6 മണിയായി, അവക്കൊല്ല ആക്സിഡന്റ് മറ്റായി കാണൂ. ഇതാണ് കാറ്റസ്ട്രോഫൈസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു നെഗറ്റീവായ ഒരു ഇവന്റ് ഉണ്ടായാൽ നമ്മളതിനെ ബൈനോക്കുലറിലൂടെ നോക്കി പെരുപ്പിക്കും. കൊറോണ കാലത്ത് നടക്കുന്നത് ഈ കാറ്റസ്ട്രോഫൈസിങ്. ഇപ്പൊ തന്നെ നമ്മളങ്ങ് പ്രഖ്യാപിച്ചു ഇനി കൊറോണ പോവത്തില്ല. എയ്ഡ്സ് പോലെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടു, എയ്ഡ്സ് പോലെ ആയിട്ടുണ്ട് കൊറോണ. ആര് പറഞ്ഞു? നമുക്ക് എന്താണ് ഉറപ്പുള്ളത്? പക്ഷെ നമ്മൾ തീരുമാനിക്കുന്നു ഇറ്റ് ഈസ് എ കാറ്റസ്ട്രോഫി. ബാംഗ്ലൂരിലേക്കൊക്കെ നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ ചിലരൊക്കെ നടത്തുന്ന ഒരു കാറ്റസ്ട്രോഫൈസിങ് ഉണ്ട്. രാത്രി 9 മണി കഴിയുമ്പോൾ ഈ വാഹനത്തിന്റെ വേഗത ഡ്രൈവർ അങ്ങ് കൂട്ടും. ഉണർന്നിരിക്കുന്ന ഭാര്യ ഭർത്താവിനെ കുലുക്കി വിളിച്ചിട്ട് പറയും, ചേട്ടാ എന്തൊരു സ്പീഡ്, കൊക്കയിലെ മറ്റേ വീഴുവെന്തോ. ഇത് കാറ്റസ്ട്രോഫൈസിങ് ആണ്. വാഹനത്തിന്റെ വേഗത കൂടിയെന്നുള്ളത് നെഗറ്റീവ് ഇവന്റ് ആണ്. അതിനെ ബൈനോക്കുലറിലൂടെ നോക്കി മാഗ്നിഫൈ ചെയ്യല്ലേ, സന്തോഷം കെട്ടുപോകും. ഒരു തലവേദന അനുഭവപ്പെടുന്നു, സ്കാനിങ് സെന്ററിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ക്യാൻസറോ മറ്റോ ആണോ എന്തോ, കാറ്റസ്ട്രോഫൈസിങ് ആണ്, സന്തോഷം കെട്ടുപോകും. ഗ്യാസ് ലീക്ക് ചെയ്യുന്നത് കണ്ടുപിടിച്ചാൽ ഉടനെ പറയരുത് ഗ്യാസ് പൊട്ടിത്തെറിക്കുമോ എന്തോ. ഇത് കാറ്റസ്ട്രോഫൈസിങ് ആണ്. ഓർക്കുക, ഇത്തരം ചിന്തകൾ വരുമ്പോൾ തിരിച്ചറിയുക ഇത് ഒരു ആൻഡ് ആണ്, ഇതൊരു ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടാണ്. ഈ ഉറുമ്പിനെ അങ്ങ് പിതുക്കി കൊല്ലണം. ഓർക്കുക, ഇത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് അസന്തുഷ്ടിയിലും തുടരാം, മാറി ചിന്തിച്ച് സന്തോഷത്തിലുമായിരിക്കാം. ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ കണ്ടുപോകുന്ന ഓരോ ഉറുമ്പുകളെ കുറിച്ച്. അടുത്ത ഉറുമ്പ് നോക്കാം. നമ്മുടെ സന്തോഷം കെടുത്തുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ഉറുമ്പാണ് മേക്കിംഗ് ഡിമാൻഡ്സ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെ ഡേവിഡ് ബേൺസ് ഷുഡി സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു യു ഷുഡ് കം. ഭർത്താവിനോട് പറയും 5 മണിക്ക് ചേട്ടൻ എത്തിയിരിക്കണം, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. ആൽബർട്ട് എല്ലിസ് ഇതിന്റെ മനോഹരമായ ഒരു പദം കൊണ്ടാണ് വിളിക്കുന്നത് മസ്റ്റർബേഷൻ, നോട്ട് മാസ്റ്റർബേഷൻ, മസ്റ്റർബേഷൻ. മസ്റ്റ്. 3 തരം മസ്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. 1 മസ്റ്റ് ഓൺ വൺ സെൽഫ്, 2 മസ്റ്റ് ഓൺ അതേഴ്സ്, 3 മസ്റ്റ് ഓൺ ദ സിറ്റുവേഷൻസ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ പലരും ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരിക്കും. ട്രെയിനിങ് എടുക്കുമ്പോൾ നമുക്ക് ഈ മേക്കിംഗ് ഡിമാൻഡ്സ്, ഈ മസ്റ്റർബേഷൻ വന്ന വലിയ പ്രശ്നമാണ്. നമ്മുടെ സന്തോഷം കിട്ടുപോകും. 1, എന്നെ കുറിച്ചൊരു മസ്റ്റ്, എന്റെ ട്രെയിനിങ്ങിനകത്ത് പവർ പോയിന്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു മസ്റ്റ് ഞാൻ മുറുകെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും പവർ പോയിന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ വിൽ ബിക്കം അൺഹാപ്പി. മറ്റുള്ളവരെ കുറിച്ച് മസ്റ്റ് നമ്മൾ വച്ചു പുലർത്തിയാൽ എന്റെ സന്തോഷം കെട്ടുപോകും. എന്റെ ട്രെയിനിങ് ഇപ്പൊ തന്നെ ഈ സൂം ട്രെയിനിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കണം. ഇത്തരമൊരു മസ്റ്റ് ഞാൻ വച്ചു പുലർത്തിയാൽ ഐ വിൽ ബിക്കം അൺഹാപ്പി. കാരണം ഇപ്പൊ നാസർക്ക് ചിലപ്പോൾ അടുക്കളയിൽ ചെന്ന മട്ടൻ ബിരിയാണി തിന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാനിങ്ങനെ ഒരു മസ്റ്റ് വെച്ച് പുലർത്തരുത്. ആൻഡ് ദ മസ്റ്റ് ഓൺ ദ സിറ്റുവേഷൻ, ഈ ട്രെയിനിങ് തീരുന്നത് വരെ ഇന്റർനെറ്റിന് യാതൊരു ഭംഗവും വരാൻ പാടില്ല. ഇറ്റ്സ് എ മസ്റ്റ്. ഓർത്തു നോക്കൂ, നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും സാഹചര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്തുമാത്രം മസ്റ്റുകളാണ് ഇങ്ങനെ തന്നെ സംഭവിച്ചിരിക്കണം എന്ന് നമ്മൾ മുറുകെ പിടിക്കുന്നത്. ഇന്ന് തന്നെ വൈകുന്നേരം പെരുന്നാളിന് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുന്നു കരുതുക. നിങ്ങളുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളാണ് അതിഥികളായിട്ട് വരുന്നതെന്ന് സങ്കല്പിക്കുക. അവരെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. 10 മണിയായി, 11 മണിയായി. നിങ്ങൾ വീട്ടമ്മ, ഭാര്യയായ നിങ്ങൾ കിടന്നുറങ്ങാൻ പോയി. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് സിങ്കിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പാത്രങ്ങളെല്ലാം
വാരി കൊലച്ച് വൃത്തികേടാക്കിയിട്ടിരിക്കും. നിങ്ങൾ അവിടെ കിടന്ന് അലറി വിളിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അലറി വിളിക്കണ്ടേ? സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അലറി വിളിക്കത്തില്ലേ? ഓർക്കുക, അതിന്റെ പിന്നിൽ ഒരു ഉറുമ്പുണ്ട്. എന്താണ്? മസ്റ്റ് ഓൺ വൺ സെൽഫ്. എന്റെ അടുക്കള ഭംഗിയായിരിക്കണം. മസ്റ്റ് ഓൺ അതേഴ്സ് ഉണ്ട്. എന്താണ്? വിരുന്നിന് വന്നവര് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് പോകാമായിരുന്നു. മസ്റ്റ് ഓൺ ദ സിറ്റുവേഷൻ ഉണ്ട്. എന്റെ വീട്ടിലെ അടുക്കള ഇങ്ങനെയാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഓർക്കുക, ഇനി നമുക്ക് അസ്വസ്ഥത വരുമ്പോ ഇതിന്റെ പിന്നിൽ ഒരു മസ്റ്റ്, ഒരു ഷുഡി സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. എല്ലാം അടുക്കി വെച്ചിരിക്കണം, നിർബന്ധം. അത് ഒരു മസ്റ്റ് ആയി നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ക്യാൻ ബി എ ഡിസയർ. നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി 5 മിനിറ്റിനുള്ളിൽ ബസ് വന്നിരിക്കണം. മസ്റ്റാണ്. ബസ് വന്നു, എനിക്കകത്ത് സീറ്റ് കിട്ടിയിരിക്കണം. ഞാൻ സീറ്റിൽ ഇരുന്നു, ബസ് ഇനി ഒരിടത്തും നിർത്താതെ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് കൊണ്ടെത്തിക്കണം. മസ്റ്റാണ്. ഇത്തരം മസ്റ്റുകൾ ഉലയുമ്പോൾ നമ്മുടെ സന്തോഷം ഉലയും. അപ്പൊ ചെയ്യാനുള്ള മാർഗം ഈ മസ്റ്റ് അങ്ങ് ഉപേക്ഷിക്കുക. അടുത്ത ഉറുമ്പിലേക്ക് പോകാം. അടുത്ത ഉറുമ്പിനെ പരിചയപ്പെടാം. മെന്റൽ ഫിൽറ്ററിങ്. നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉറുമ്പാണ് മെന്റൽ ഫിൽറ്ററിങ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയും. നെഗറ്റീവായ ഒരു കാര്യത്തെ എടുത്തതിന് ശേഷം അതിൽ അങ്ങ് മുഴുകിയിരിക്കും. നെഗറ്റീവായ ഒരു കാര്യത്തെ എടുക്കുന്നു, അതിൽ അങ്ങ് മുഴുകിയിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ട്രെയിനിങ്ങിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 50 പേരുണ്ടെന്ന് കരുതുക. 50 പേർ ഉണ്ടായിരുന്നു, ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. പക്ഷെ ഞാൻ അതിൽ കാണുന്ന നെഗറ്റീവ് അംശം, ഒരു 450 പേര് കൂടെ വരേണ്ടതായിരുന്നു, എനിക്ക് 500 തികയുമായിരുന്നു. ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ, 450 പേർ വന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ മെന്റൽ ഫിൽറ്ററിങ്. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 50 ചോദ്യം ഉണ്ടായിരുന്നു, 46 ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതി, 4 ചോദ്യം വിട്ടുപോയി. നമ്മൾ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ ഈ വിട്ടുപോയ ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ആകുലതയെങ്കിൽ അത് മെന്റൽ ഫിൽറ്ററിങ് ആണ്. അത് മെന്റൽ ഫിൽറ്ററിങ് ആണ്. നെഗറ്റീവായ ഒരു കാര്യത്തെ എടുത്ത് അതിനെക്കുറിച്ച് മാത്രം ഓർത്ത് നടക്കും. ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അത്ര പരിജ്ഞാനമില്ല, സത്യം. സൂം തന്നെ എന്നെ പഠിപ്പിച്ച സുധാസറും ഗോപും ഒക്കെ പാടുവിട്ടിട്ടാണ്. അപ്പൊ എനിക്ക് ഇത്തരം ഗാഡ്ജറ്റ്സിലൊന്നും വലിയ അവയർനെസ് ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ച് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് എനിക്ക് സംശയം വരുമ്പോൾ എന്റെ സുഹൃത്തായ അലക്സിനെ ഞാൻ വിളിക്കാറുണ്ട്. അദ്ദേഹം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം വന്ന് എന്റെ സംശയങ്ങളൊക്കെ തീർത്തു തരും. അത് മതി. അല്ല, എനിക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞൂടെ, ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ അറിയാതെ ജീവിച്ചാൽ ഞാൻ എവിടെ പോകുമോ, ഞാൻ ഒരു നാശക്കോട്ട എന്ന് ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ എന്റെ ഹാപ്പിനെസ് ഞാൻ തന്നെ നഷ്ടപ്പെടുത്തും. അടുത്ത ഉറുമ്പിനെ നമുക്ക് പരിചയപ്പെടാം. മൈൻഡ് റീഡിങ്. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന അടുത്ത ഉറുമ്പാണ് മൈൻഡ് റീഡിങ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ മനസ്സങ്ങ് വായിക്കും. ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. മുൻ ബെഞ്ചിലിരുന്ന ഒരു കുട്ടി ആവർത്തിച്ച് കോട്ടുവായിരുന്നു. പിന്നെ ടീച്ചർ അവന്റെ മനസ്സങ്ങ് വായിക്കും, എന്റെ ക്ലാസ് ബോറിംഗ് ആണ്. ശരിക്കും അവൻ തലേ ദിവസം രാത്രി 2 മണി വരെ ഇരുന്ന് ഫിലിമൊക്കെ കണ്ട് ക്ഷീണം കൊണ്ടായിരിക്കും കുട്ടി കോട്ടുവായിരുന്നത്. പക്ഷെ ടീച്ചർ കുട്ടിയുടെ മനസ്സങ്ങ് വായിക്കുക. എതിരെ വരുന്ന നമ്മുടെ അയൽക്കാരൻ നമ്മെ നോക്കി ചിരിക്കാതെ കടന്നു പോകുന്നു എന്ന് കരുതുക. നമ്മൾ ഉടനെ അവന്റെ മനസ്സ് കയറി ഇങ്ങ് വായിക്കും. ഓ, ഇന്നലെ കടം ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാത്തോണ്ടുള്ള ഒരുക്കായിരിക്കും. ശരിക്കും ആ അയൽക്കാരൻ നമ്മളെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അയാൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് പോയതുകൊണ്ടാകാം നമ്മളെ കണ്ടിട്ട് ഹലോ പോലും പറയാതെ പോയത്. പക്ഷെ വി റീഡ് ഹിസ് മൈൻഡ്. മോളിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ ഒരു കഥ പറയുന്നുണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞു. ചന്തയിൽ ഒരു സ്ത്രീ സാധനം വാങ്ങാൻ പോകും. ഒരു കുഞ്ഞിരുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് പരിശോധിക്കുന്നു. കടക്കാരനോട് വില ചോദിക്കുന്നു. കടക്കാരൻ വില പറയുന്നു. എന്നിട്ട് ആ സ്ത്രീ പതുക്കെ മെല്ലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ പിൻഭാഗത്ത് ഒരു കൊള്ളുത്ത് വീഴുന്നു. അവര് അയ്യോ എന്നൊരു വിളി വിളിച്ചു. അപ്പൊ കടക്കാരൻ പറയുവാണ്, ഓ, പച്ചക്കറിയുടെ വില കേട്ടപ്പോ അയ്യോ, അപ്പൊ മീനിന്റെ വില കേട്ടാലോ? ഇതാണ് മൈൻഡ് റീഡിങ്. ആ സ്ത്രീ ആ വിലയെക്കുറിച്ച് ആലോചിച്ചതേയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തി കളയുന്നത്
മറ്റുള്ളവരുടെ മനസ്സ് കയറി നമ്മളങ്ങ് വായിക്കും. അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് ഈ മൈൻഡ് റീഡിങ് എന്ന് ഓർക്കുക. നമുക്ക് അടുത്ത ഉറുമ്പിനെ പരിചയപ്പെടാം. ഞാൻ വേഗത്തിൽ പോകാൻ കാരണം മട്ടനും ചിക്കനും ഒക്കെ വെന്ത് അടുപ്പത്തിട്ടിട്ടായിരിക്കും പായസം കുടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പായസം അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചാൽ മതി എന്ന് തോന്നി തുടങ്ങാൻ പാടില്ലല്ലോ. അടുത്ത ഉറുമ്പ് ലേബലിംഗ് ആണ്. ലേബലിംഗ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ഞാനൊരു സംഭവം പറയാം. ഒരു അമ്മ, ഒരു സ്ത്രീ പ്രസവിക്കാനായി ആശുപത്രിയിലെത്തി. അവർക്ക് ഇപ്പൊ തന്നെ 8 മക്കളുണ്ട്. ഇതിൽ 3 മക്കൾക്ക് ചെവി കേട്ടുകൂടാ, 2 മക്കൾക്ക് കാഴ്ചയില്ല, ഒരു കുട്ടി മെന്റലി ചലഞ്ച്ഡ് ആണ്. ഈ സ്ത്രീക്കാണെങ്കിൽ സിഫിലിസ് എന്ന അസുഖവുമുണ്ട്. ഇവര് പ്രസവിച്ചു ഒരു ആൺകുട്ടി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആൺകുട്ടി വളർന്ന് വലുതായതിനു ശേഷം നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയുമായി ഇയാളെ കെട്ടിച്ചു കൊടുക്കുമോ? അമ്മയ്ക്ക് സിഫിലിസ് എന്ന അസുഖം, 8 മക്കൾ ഇപ്പൊ തന്നെ ഉണ്ട്, കുരുടന്മാരുണ്ട്, ചെവി കേട്ടുകൂടാ, മെന്റലി ചലഞ്ച്, അയക്കുമോ? ഒന്ന് മടിക്കും. നമ്മൾ പറയും ആ കുടുംബം അത്ര ശരിയല്ല, സുഖമുള്ള കുടുംബമല്ല, നമ്മൾ ലേബൽ ചെയ്യും. പക്ഷെ ഓർക്കൂ, നിങ്ങൾ തട്ടിക്കളഞ്ഞ വിവാഹാലോചന ആരുടേതെന്ന് അറിയാമോ? ബെയ്ഥോവന്റെ വിവാഹാലോചനയാണ്. ബെയ്ഥോവന്റെ കുടുംബചരിത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ലേബൽ ചെയ്യും. നമ്മളൊരു മീറ്റിങ്ങിന് പോയി, അല്ലെങ്കിൽ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഒരു SDP പോയി. നമ്മൾ ഒരാളെ കണ്ടു, അദ്ദേഹം ആരുമായിട്ട് സംസാരിക്കുന്നില്ല, ഒരു മൂലയിലിരുന്ന് അദ്ദേഹം നോട്ട് കുറിച്ചെടുക്കുന്നു, ഇന്റർവെല്ലിനൊന്നും ചായ കുടിക്കാനൊന്നും വരുന്നില്ല, അദ്ദേഹം വളരെ അറ്റൻറ്റീവായി ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. നമ്മൾ ക്ലാസ് പിരിയാൻ നേരത്ത് അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ സുഹൃത്തിനോട് അദ്ദേഹത്തെ കുറിച്ചൊരു ലേബലിംഗ് നടത്തും. അല്ലാത്ത ജാട, അദ്ദേഹം പാവത്താനായിരിക്കും. പിന്നീടായിരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞത്. പക്ഷെ നമ്മൾ ആൾക്കാരെയും സംഭവങ്ങളെയും കുറിച്ച് ലേബൽ ചെയ്യും. കൂടത്തായി ജോളി പറഞ്ഞപ്പോ തന്നെ ലേബലിംഗ് തുടങ്ങി. അയ്യോ ദുഷ്ടസ്ത്രീ. അവർ എന്തെങ്കിലുമൊക്കെ നന്മയുള്ളവരായിരുന്നിരിക്കാം. ഹിറ്റ്ലർ, ദുഷ്ടനായ ഹിറ്റ്ലറിൽ പോലും നന്മ കണ്ടെത്തിയിട്ടുണ്ട്. He never cheated his beloved. Eva Braun. പക്ഷെ നമ്മൾ ഹിറ്റ്ലറിനെ ദുഷ്ടൻ എന്ന് ലേബൽ ചെയ്യും. ആൽബർട്ട് എലിസ് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു ഗോൾഫ് കളിക്കാരൻ, ഗോൾഫ് കളി അറിയായിരിക്കും, പന്ത് ഉരുട്ടി കുഴിയിലേക്ക് ഇടുക. 18ാമത്തെ പ്രാവശ്യം അദ്ദേഹം ഉരുട്ടി വിട്ട പന്ത് കുഴിയിൽ വീഴാതെ തെന്നിത്തെറിച്ച് മാറിപ്പോയി. അപ്പൊ കളിക്കാരൻ പറയാണ്, ഐ എം എ ടോട്ടൽ ലൂസർ, ഞാനൊരു പരാജയം. 17 പ്രാവശ്യം കൃത്യമായി കുഴിയിൽ പന്ത് കൊണ്ടിട്ട കളിക്കാരനാണ് 18ാമത്തെ പ്രാവശ്യം ഒരു അശ്രദ്ധ പറ്റിയപ്പോൾ, പന്ത് തെന്നി മാറിയപ്പോൾ സ്വന്തമായി ലേബൽ ചെയ്യുന്നു. ഇതിന് വണ്ണം കൂടിയ വ്യക്തി കണ്ണാടിയുടെ മുമ്പിൽ നിന്നും സ്വയം ലേബൽ ചെയ്യും, തടിച്ചന്. കുറച്ചുകൂടെ വണ്ണം വയ്ക്കുമ്പോൾ തടിച്ചയുടെ മുമ്പ് നമ്മളൊരു പ്രൊഫിക്സ് കൂടെ ചേർക്കും, പൊണ്ണത്തടിച്ച്. നമ്മൾ നമ്മളെ തന്നെ ലേബൽ ചെയ്ത് സന്തോഷം കെടുത്തി കളയുക. അനിയത്തി മെലിഞ്ഞാണിരിക്കുന്നതെന്ന് കരുതുക, കണ്ണാടിയുടെ മുമ്പ് നിന്ന് അവളും ലേബൽ ചെയ്തു, ഈർക്കിൽ പെണ്ണായി. ഒരു ദിവസം നമ്മൾ നമ്മളെയും മറ്റുള്ളവരെയും എന്തുമാത്രം പ്രാവശ്യം ലേബൽ ചെയ്ത് നമ്മൾക്ക് ഉണ്ടാകേണ്ട സന്തോഷത്തെ കെടുത്തുന്നു എന്ന് ആലോചിച്ചു നോക്കാം. ഇതൊരു ഉറുമ്പാണ്, ഇതൊരു ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടാണ്. അടുത്ത ഉറുമ്പിനെ പരിചയപ്പെടാം. ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഓൾ ഓർ നത്തിങ് തിങ്കിങ്, ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നും പറയും. എന്ന് വെച്ചാൽ ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, ഒന്നുകിൽ സ്നേഹം അല്ലെങ്കിൽ വെറുപ്പ്. ഇതിനിടയ്ക്കൊരു ഗ്രേ തിങ്കിങ് ഉണ്ട്, അത് ഇക്കൂട്ടർക്ക് പറഞ്ഞിട്ടില്ല. സന്തോഷം കെടുത്തി കളയുന്നതാണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ്. എന്നിട്ട് PSC മെമ്പറായ KK രമണി മാഡം എനിക്കൊരു സംഭവം ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പങ്കുവയ്ക്കുകയുണ്ടായി. 5 അക്ക ശമ്പളം വാങ്ങുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ചടങ്ങിന് പങ്കെടുക്കാനായി ഭാര്യയുമൊത്ത് ഇങ്ങനെ വീടിന് മുന്നിൽ നിന്നപ്പോ ഭാര്യയുടെ കാഞ്ചീപുരം സാരിയിൽ കാക്ക കാഷ്ടിച്ചു കൊടുത്തു. കാക്കയ്ക്ക് കുശുമ്പ് തോന്നിയിട്ടായിരിക്കും. നോക്കൂ, സാരിയുടെ ഒരറ്റത്ത് ഇത്തിരി കാക്ക കാഷ്ടം വീണു, കഴുകിക്കളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഓൾ ഓർ നത്തിങ് എന്ന ഉറുമ്പിനെ നെഞ്ചിലേറ്റി. അദ്ദേഹം അവിടെ കിടന്ന് അലറി.
ഇവളെ കൊണ്ട് ഒരു യാത്രയ്ക്കും കൊണ്ടുപോകാൻ പറ്റില്ല. നാശം. അയാൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയി. അയാളുടെ സന്തോഷം കെട്ടു, ഭാര്യയുടെ സന്തോഷം കെട്ടു. മാസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ ആ വീട്ടിലെ ഡ്രൈവറോടൊപ്പം ഒളിച്ചോടി എന്നത് ചരിത്രം. കാരണം അന്ന് ആ കാഞ്ചീപുരം സാരിയിൽ നിന്നും ആ കാക്കയുടെ കാഷ്ടം കഴുകാൻ ഈ ഡ്രൈവർ സഹായിച്ചത്രേ. ഞാൻ ഒളിച്ചോടിയ കാര്യം അല്ല പറഞ്ഞു വരുന്നത്. ഈ ഓൾ ഓർ നത്തിങ് എന്ന ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് നമ്മുടെ ചിന്തയെ, നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന കാര്യമാണ് ഞാൻ ഉദാഹരിച്ചത്. അടുത്ത ഉറുമ്പിനെ പരിചയപ്പെടാം. ഓവർ ജനറലൈസേഷൻ. ഓവർ ജനറലൈസേഷൻ, ഗ്ലോബൽ കൺക്ലൂഷൻ എന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറയും. എപ്പോഴെങ്കിലും മാരുതി കാറിൽ യാത്ര ചെയ്തു. 15 വർഷം പഴക്കമുള്ള മാരുതി കാർ ആയിരുന്നു അതെന്ന് കരുതുക. നമ്മുടെ യാത്ര സുഖകരമല്ലെങ്കിൽ പിന്നീട് കാറ് വാങ്ങിക്കാൻ ഒരവസരം എത്തുമ്പോൾ മാരുതി വാങ്ങിയാലോ എന്ന് ഭാര്യ ചോദിച്ചാൽ നമ്മൾ പറയും മാരുതി കാറുകൾ ഒന്നും ശരിയല്ല. ഒരു അനുഭവം വച്ച് നമ്മൾ ജനറലൈസ് ചെയ്യും. തിരുവനന്തപുരത്തുകാരൊന്നും ശരിയല്ല. ഒരു തെക്കനെയും മൂർഖനെയും കണ്ടാൽ ആദ്യം തെക്കനെ അടിച്ചു കൊല്ലണം എന്ന് പറയുന്നത് ഈ ഓവർ ജനറലൈസേഷൻ. ഞാനൊരു തെക്കനാണ്, എന്താ തങ്കപ്പനാണെന്ന് ആലോചിച്ചു. ഓവർ ജനറലൈസ്, നീ ഒരിക്കലും നേരെ ആകില്ല. നമ്മൾ മക്കളോട് നോക്കി ഈ ഓവർ ജനറലൈസേഷൻ പറയാറുണ്ട്. നീ ഒരിക്കലും നന്നാകത്തില്ല, നീ ഒരിക്കലും കണക്കിൽ ജയിക്കാൻ പോകുന്നില്ല, നിനക്കൊരിക്കലും ഗുണം പിടിക്കത്തില്ല. ഇതെല്ലാം ഓവർ ജനറലൈസേഷൻ. നീ എപ്പോഴും താമസിച്ചേ വരൂ. ഒരു ദിവസം താമസിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഓവർ ജനറലൈസേഷൻ. അടുത്ത ഉറുമ്പിനെ പരിചയപ്പെടാം. ഫോർച്യൂൺ ടെല്ലിംഗ്. നമ്മൾ ഭാവി അങ്ങ് പ്രവചിക്കും. ജോത്സ്യനൊന്നും ആയിരിക്കില്ല, ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങ് പ്രവചിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊറോണ ഇനി നമ്മുടെ നാട്ടിൽ നിന്നും പോകാനേ പോകുന്നില്ല. ഇതൊരു ഫോർച്യൂൺ ടെല്ലിംഗ്. ഇത്രയും വണ്ണം വെച്ചുകൊണ്ട് ഞാൻ സാരി ഉടുത്തുകൊണ്ട് ചേട്ടന്റെ കൂടെ വന്നാൽ, കല്യാണ വീട്ടിൽ വന്നാൽ എല്ലാവരും എന്നെ കളിയാക്കും ചേട്ടാ. ഫോർച്യൂൺ ടെല്ലിംഗ് ആണ്. ഫോർച്യൂൺ ടെല്ലിംഗ് ആണ്. സാരി ഉടുത്തുകൊണ്ട് അവിടെ എത്തുമ്പോൾ എല്ലാവരും കളിയാക്കും എന്ന ഭാവി പ്രവചനം. ഞാൻ ബസ്സിൽ യാത്ര ചെയ്താൽ ഛർദിക്കും. ഫോർച്യൂൺ ടെല്ലിംഗ് ആണ്. കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ ഭാര്യ ഇങ്ങനെ പറയുമായിരുന്നു. ഭാര്യയുടെ എന്റെ ഫാദറില്ലായും മദറില്ലായും എടുത്ത് പറഞ്ഞു, അവളെ ബസ്സിലൊന്നും കൊണ്ടുപോകല്ലേ, അവള് ഛർദിക്കും. ഇപ്പൊ ബസ്സിലല്ല, ഓട്ടോറിക്ഷയെ കൊണ്ടുപോയാലും ഇതിവണ്ടി കൊണ്ടുപോയാലും ഒരു ഛർദലും. നമ്മൾ പലപ്പോഴും ഭാവിയെക്കുറിച്ച് നമ്മൾ അങ്ങ് പ്രവചിക്കും. അടുത്ത ഉറുമ്പിനെ പരിചയപ്പെടാം. ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്. ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്താണെന്നോ? when something is difficult to tolerate, we proclaim that it is intolerable. എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കും ഇത് സഹിക്കാനേ പറ്റത്തില്ല. ഈ കൂടെ പറയുന്നു, when something is difficult to tolerate, we proclaim that it is intolerable. അമ്മായിയമ്മ പോരിന് പിന്നിൽ ഈ ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്. അമ്മായിയമ്മയുമായി യോജിച്ചു പോവുക ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇൻടോളറബിൾ ഒന്നും അല്ല ഒരു അമ്മായിയമ്മ. വീഗാലാൻഡിലെ ചില റൈഡുകൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, പക്ഷെ ഇത് കയറാനേ പറ്റത്തില്ല എന്ന് പറയുന്നത് ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്. ഒരു ഉറുമ്പ് കൂടിയുണ്ട്, പേഴ്സണലൈസിങ്. എല്ലാറ്റിനെയും നമ്മൾ വ്യക്തിപരമായി എടുക്കും. ഫേസ്ബുക്കിൽ ഒരു കമന്റ് വായിച്ചു, നിങ്ങളുടെ സുഹൃത്ത് ഇട്ട കമന്റാണ്. നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കും, ഇത് എന്നെക്കുറിച്ച് അവൻ പറഞ്ഞതാണോ? ഒരു യോഗത്തിന് പോകുന്നു, ദൂരെ ഇരുന്ന് രണ്ടുപേർ നിങ്ങളെ നോക്കി ചിരിച്ചെന്തെങ്കിലും പറയുന്നു, നിങ്ങൾ ഉടനെ ആലോചിക്കും, എന്നെ കളിയാക്കി പറഞ്ഞതാണോ? ഇതാണ് പേഴ്സണലൈസിങ്. അവർ വേറെ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞതായിരിക്കും, പക്ഷെ നാം അതിനെ വ്യക്തിപരമായി എടുക്കും. ആൽബർട്ട് എല്ലിസ് പറഞ്ഞ ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എപ്പോഴും മനസ്സിൽ ഉണ്ടാകണം. നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഭീകരന്മാരാണ് ഇവർ. നമ്മളിപ്പോ BC-യിലാണോ AD-യിലാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും AD-യിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ പലപ്പോഴും BC-യിലാണ് ജീവിക്കുന്നത്. BC മീൻസ് ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ്. കുറ്റപ്പെടുത്തലും പരാതികളുമാണ് നമുക്ക് കൂടുതൽ.
ആക്ടിങ് ആൻഡ് ഡ്രീമിങ് AD നമുക്ക് പലപ്പോഴും നമ്മൾ മറന്നുപോകും. എന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എന്നെക്കുറിച്ചുള്ള പരാതി ഞാൻ എന്നോട് തന്നെ പറയുന്നു, മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതി പറയുന്നു. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എൻ്റെ ജീവിതത്തിൽ സംഭവങ്ങൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അവയെ നടത്താൻ വേണ്ടി ആക്ട് ചെയ്യാനോ അത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമെന്ന് സ്വപ്നം കാണാനോ ഞാൻ മറന്നു. ചെറി കാർട്ടർ എന്ന വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇഫ് ലൈഫ് ഈസ് എ ഗെയിം ദീസ് ആർ ദ റൂൾസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോറി, ഇതാണ് പുസ്തകത്തിന്റെ പേര്. ഇഫ് ലൈഫ് ഈസ് എ ഗെയിം ദീസ് ആർ ദ റൂൾസ്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിർത്തേണ്ട സമയമാകുമ്പോൾ ഒരു സൂചന തരണേ സുധാ സാറെ. ചെറി കാർട്ടറിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ഇഫ് ലൈഫ് ഈസ് എ ഗെയിം ദീസ് ആർ ദ റൂൾസ്. റൂൾസ് ഇവയാണ്. നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ ഈ 4 റൂളും നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. 1, യു വിൽ റിസീവ് എ ബോഡി. നിങ്ങൾക്കൊരു ശരീരം ലഭിക്കും. നിങ്ങൾക്കൊരു ബോഡി, ശരീരം ലഭിക്കും. 2, യു വിൽ ബി പ്രസന്റഡ് വിത്ത് ലെസൺസ്. ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ പാഠങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പാഠങ്ങൾ. യു വിൽ ബി പ്രസന്റഡ് വിത്ത് ലെസൺസ്. കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിക്കൂടെ? ഒരു 5 മിനിറ്റ്, 30 നിർത്താം. ഓക്കെ സാർ. ഓക്കെ സാർ. There are no mistakes, only lessons. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുകളും സംഭവിക്കുന്നില്ല, പാഠങ്ങൾ മാത്രമേ. വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. നാം പലപ്പോഴും നമ്മുടെ ഭൂതകാലത്ത് സംഭവിച്ചു പോയ നമ്മുടെ തെറ്റുകളെ കുറിച്ചോർത്ത് ഗിൽറ്റിൽ ജീവിക്കാറുണ്ട്. ചെറി കാർട്ടർ പറയുന്നു there are no mistakes, only lessons. 4-ാമത്തേത്, lessons are repeated until they are learned. നമ്മൾ പഠിക്കുന്നത് വരെ പാഠങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ പറയാം, യു വിൽ റിസീവ് എ ബോഡി, യു വിൽ ബി പ്രസന്റഡ് വിത്ത് ലെസൺസ്. There are no mistakes, only lessons. Lessons are repeated until learned. ഞാൻ വളരെ പെട്ടെന്ന് നിർത്താം. ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞിട്ട്, സിഡ് സൈമൺ എന്ന പ്രശസ്തനായ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 1970 ക്രൈറ്റൺ യൂണിവേഴ്സിറ്റിയിൽ വർക്ക്ഷോപ്പ് നടത്തി. അവിടെ വെച്ച് അദ്ദേഹം പങ്കുവച്ച ഒരു തിയറി ഉണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 2 സൈക്കോ തെറാപ്പിസ്റ്റുകൾ 33 രാജ്യങ്ങളിൽ നടത്തിയൊരു പഠനം ഇതായിരുന്നു. വാട്ട് ഈസ് ദ 4-letter word for the key to success? key to happiness. സന്തോഷത്തിന്റെ താക്കോലായിട്ടുള്ള 4 അക്ഷരങ്ങളുള്ള വാക്കേത്? What is the 4-letter word for the key to happiness? എന്താണ് മനസ്സിൽ വന്നത്? ലവ് എന്നാണോ? അല്ല. സിഡ് സൈമൺ പറയുന്നു ലവ് അല്ല കീ ടു ഹാപ്പിനെസ്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ സന്തോഷത്തിലും സന്താപത്തിലും ഞാൻ ഉണ്ടാലും ഉടുത്താലും നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഭർത്താവും ഭാര്യയും 2 വർഷം കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നില്ലേ? ലവ് അല്ല കീ ടു ഹാപ്പിനെസ്. പിന്നെ എന്താണ്? ക്യാഷ് ആണോ? അല്ലല്ലോ. ലോട്ടറി അടിക്കുന്ന ആൾ 3 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ലോട്ടറി മൊത്തം അടിച്ച് തൊലച്ച് തൂങ്ങിച്ചാവുന്നില്ലേ? ടൈം ആണോ? അല്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ ടൈം ഉണ്ട്, എന്നിട്ട് നമ്മൾ ഹാപ്പി അല്ലല്ലോ. സിഡ് സൈമന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പഠനം തെളിയിച്ചത് the key to happiness is എന്താണ് പറയാമോ? റിസ്ക്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവരാണ് ജയിക്കുന്നത്. The greatest happiness begins at the edge of the comfort zone എന്ന് സിഡ് സൈമൺ പറയുന്നു. നമ്മുടെ കംഫർട്ട് സോൺ കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് റിസ്ക് എടുക്കുന്നവർ ചിന്തിക്കുന്നില്ല. സിഡ് സൈമൺ മനോഹരമായി ഈ റിസ്കുകളെ കുറിച്ച് പറയുന്നു. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് പോലും റിസ്ക് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ഐ ലവ് ഹിം, റിസ്ക് ആണ്. ഐ ലവ് ഹിം ബിക്കോസ് ഓഫ് ദിസ്, റിസ്ക് അല്ല. ഞാൻ കടം ചോദിച്ചു, അദ്ദേഹം എനിക്ക് തന്നു, ഞാൻ സ്നേഹിക്കുന്നു, റിസ്ക് അല്ല. ഞാൻ കടം ചോദിച്ചു, അദ്ദേഹം എനിക്ക് തന്നില്ല, ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഐ ലവ് ഹിം, റിസ്ക് ആണ്. ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഐ വിൽ ബിക്കം ഹാപ്പി.
റിസ്ക് എടുക്കുന്നവർക്കേ വിജയമുള്ളൂ. റിസ്ക് എടുത്ത ഒരാളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ജോൺ റോബ്ലിൻ, കേട്ടിട്ടുണ്ടാവും. ന്യൂയോർക്കും ബ്രൂക്ലിനും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് തൂക്കുപാലം നിർമ്മിച്ച ജോൺ റോബ്ലിൻ. ജോൺ റോബ്ലിങ്ങും മകനായ വാഷിംഗ്ടൺ റോബ്ലിങ്ങും കൂടെ ചേർന്നിട്ടാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത്. ജോൺ റോബ്ലിൻ ഒരു അപകടത്തിൽപ്പെട്ട്, ഈ പാല നിർമ്മാണത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട് ടെറ്റനസ് വന്ന് മരിച്ചു പോകും. പിന്നീട് വാഷിംഗ്ടൺ റോബ്ലിംഗ് ആണ് ഈ തൂക്കുപാലത്തിന്റെ നിർമ്മാണം തുടർന്നത്. പക്ഷെ ഇടയ്ക്ക് ഒരു അറ നിർമ്മിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്നു ഈ വാഷിംഗ്ടൺ റോബ്ലിംഗ്. ശരീരം അനക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു വിരൽ മാത്രമാണ് വാഷിംഗ്ടൺ റോബ്ലിങ്ങിന് അനക്കാനായത്. നമ്മൾ വിശ്വസിക്കില്ല പ്രിയപ്പെട്ടവരെ, വാഷിംഗ്ടൺ റോബ്ലിംഗ് തന്റെ ശരീരത്തിൽ അനക്കാവുന്ന ഒരേ ഒരു കാര്യം, ആ വിരൽ കൊണ്ട് ഭാര്യയുടെ ദേഹത്ത് തട്ടി ഒരു കോഡ് ഭാഷ ഉണ്ടാക്കി. ആ കോഡ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തൂക്കുപാലത്തിന്റെ പണി എഞ്ചിനീയർമാർക്ക് പറഞ്ഞു കൊടുത്തു. 1-2 ദിവസമല്ല, 13 വർഷം. എല്ലാവരും പറഞ്ഞു അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. അപ്പോ വാഷിംഗ്ടൺ റോബ്ലിംഗ് പറയുന്ന ഒരു വാക്യമുണ്ട്, one day I will become happy. He took the risk. 13 വർഷം ശരീരത്തിൽ അനക്കാവുന്ന ഒരു വിരലിന്റെ സഹായം കൊണ്ട് മാത്രം ഭാര്യയുടെ ദേഹത്തെ തട്ടി കോഡ് ഭാഷയുടെ സഹായത്താൽ അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടു. 1883 മെയ് 24 അമേരിക്കൻ പ്രസിഡന്റ് ചെസ്റ്റർ ആർതറും മന്ത്രിസഭയിലെ അംഗങ്ങളും തൂക്കുപാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ ബ്രൂക്ലിൻ ഹൗസ് എന്ന് പറയുന്ന തന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഈ രംഗം കാണുന്ന വാഷിംഗ്ടൺ റോബ്ലിംഗ് പൊട്ടിക്കരയുകയായിരുന്നു. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് സന്തോഷം. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമുക്ക് പക്ഷെ റിസ്ക് എടുക്കാനൊന്നും തോന്നാത്തതിന് കാരണം, ശരിക്കുള്ള സന്തോഷം എന്തെന്ന് തോന്നാത്തതിന് കാരണം, വി ലീവ് ഇൻ റോക്ക് ബോട്ടം. വളരെ പ്രശസ്തമായ ഒരു തിയറിയാണ്. വി ലീവ് ഇൻ റോക്ക് ബോട്ടം. എന്താണ് റോക്ക് ബോട്ടം? ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫ്. ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫ്, അതാണ് റോക്ക് ബോട്ടം. എന്താണ് റോക്ക് ബോട്ടം? എന്തുകൊണ്ടാണ് റോക്ക് ബോട്ടം ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളല്ല, നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന നുണകൾ. കൊറോണ അല്ല നമ്മൾ റോക്ക് ബോട്ടത്തിലാകാൻ കാരണം, നമ്മൾ വിശ്വസിക്കുന്ന നുണകൾ. 2 നുണകൾ പ്രിയപ്പെട്ടവരെ. ആ നുണകളെ പറിച്ചു മാറ്റി പകരം 2 സത്യങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമ്മൾ ഹാപ്പിയാവും. എന്താണ് ആ നുണകൾ? ഒന്ന്, നത്തിങ് വിൽ ഇംപ്രൂവ് ദ പ്രസന്റ് സിറ്റുവേഷൻ. ഒന്നാമത്തെ നുണ, നമ്മൾ എല്ലാവരും താലോലിച്ചു വയ്ക്കുന്ന ഒരു നുണ, ഗ്രേറ്റ് ലൈ. എന്താണ്? നത്തിങ് വിൽ ഇംപ്രൂവ് ദ പ്രസന്റ് സിറ്റുവേഷൻ. ഈ കൊറോണ കാലത്ത് പലരും പറയുന്നുണ്ട്, നേരെ ആവൂല, ഇത് ഇങ്ങനെ പോകൂ. ഒന്നാമത്തെ നുണ, നത്തിങ് വിൽ ഇംപ്രൂവ് ദ പ്രസന്റ് സിറ്റുവേഷൻ. രണ്ടാമത്തെ നുണ, നോ വൺ ഹാസ് ഫെൽറ്റ് ദിസ് വേ ബിഫോർ. മറ്റാരും ഇത് അനുഭവിച്ചിട്ടില്ല. ചിലപ്പോ പല്ലുവേദന വരുമ്പോ വരെ നമ്മൾ പറഞ്ഞു കളയും, പല്ലുവേദന, എന്റെ അമ്പോ, ക്യാൻസർ ഒക്കെ എന്ത്, പല്ലുവേദനയല്ലേ വേദന. നോ വൺ ഹാസ് ഫെൽറ്റ് ദിസ് വേ ബിഫോർ. ഇത് 2 നുണകളാണ് പ്രിയപ്പെട്ടവരെ. ഈ നുണകളെ മാറ്റുക, പകരം 2 സത്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. എന്താണ് ആ സത്യങ്ങൾ? നമ്പർ 1, the light at the end of the tunnel is always there. The light at the end of the tunnel is always there. But sometimes, because we are going around a curve, we cannot see it. Simple ആണ്. തുരങ്കത്തിന്റെ അവസാനമുള്ള വെളിച്ചം എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരു വളവിലൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തുരങ്കത്തിന്റെ അവസാനത്ത് പ്രകാശിച്ചു നിൽക്കുന്ന വിളക്ക് നമ്മൾ കണ്ടെന്ന് വരും. The light at the end of the tunnel is always there. But sometimes, because we are moving around a curve, we cannot just see it. എന്താണ് രണ്ടാമത്തെ സത്യം? Our pain is not special. എന്റെയും നിങ്ങളുടെയും വേദന സ്പെഷ്യൽ അല്ല. Everything we are facing has been faced before. Everything we are facing has been faced before. ഞാൻ പായസം വിളമ്പുന്നതിന് മുമ്പ് എന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചു. പണ്ട് ഞാൻ വിചാരിച്ചു പോന്നു എന്റെ പെയിൻ സ്പെഷ്യൽ ആണ്. പക്ഷെ റസ്കിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ, റസ്കിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, റസ്കിന്റെ ബയോഗ്രഫി വായിച്ചപ്പോ ഞാൻ തിരിച്ചു, മൈ പെയിൻ ഈസ് നോട്ട് അറ്റ് ഓൾ സ്പെഷ്യൽ.
goes back is strong. ഒരു മുറിവുണ്ടായതിനു ശേഷം പിന്നീട് വരുന്ന തൊലിക്ക് ശക്തി കൂടും. നമ്മുടെ പെയിൻ സഫറിങ് ഈസ് ഓപ്ഷണൽ. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. പെയിൻ ഈസ് റിക്വയർഡ്, സഫറിങ് ഈസ് ഓപ്ഷണൽ. നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് വേദന ഉണ്ടാവണം, പക്ഷെ ആ വേദന സഫറിങ് ആയി മാറ്റണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പെയിൻ ഈസ് റിക്വയർഡ്. കൺക്ലൂഡ് ചെയ്യാം സാർ. കൺക്ലൂഡ് ചെയ്യാം. പെരുന്നാളാണ്, കുറെ ആൾക്ക് പെരുന്നാള് സദ്യ ഉണ്ണാൻ പോണം. വളരെ 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 നന്ദിയോടെ ശ്രമിച്ചതിന് നന്ദി. എനിക്കറിയാം പെരുന്നാളാണെന്ന്. എല്ലാവർക്കും പെരുന്നാൾ ആശംസിക്കുന്നു. രക്ഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓസ്കാർ വിൽഡ് പറഞ്ഞു, വെരി ഫ്യൂ പീപ്പിൾ ഫീൽ ദ റെയിൻ, അതേഴ്സ് സിംപ്ലി ഗെറ്റ് വെറ്റ്. വളരെ കുറച്ച് മഴ ഫീൽ ചെയ്യുന്നുള്ളൂ, ഒക്കെ എല്ലാവരും നനഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാവർക്കും മഴ ഫീൽ ചെയ്യാം, എപ്പോഴും സന്തോഷിക്കാം. ആൽബർട്ട് എലിസ് പറഞ്ഞ ആ ഉറുമ്പുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാം. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഈദ് മുബാറക്. താങ്ക് യു വെരി മച്ച് ഫോർ ഷെയർ. സോറി, ഗിവിംഗ് മീ യുവർ ഇയർ. താങ്ക് യു. സാറിന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഇടക്ക് കയറി ഇങ്ങനെ നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ ഒഴുക്കം വീട്ടില് നല്ല രസത്തിൽ പോകുന്ന പാൽപ്പായസാണ് എത്ര രുചിച്ചാലും മതിയാവാത്തത്. പക്ഷെ പെരുന്നാളാന്ന് നാസർക്ക് അടക്കം വിളിച്ചു പറഞ്ഞു പോയിക്കോട്ടെ എന്നുള്ളത്. അപ്പൊ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ എന്നാൽ 1.5 മണിക്കൂറായി. സാധാരണ 1 മണിക്കൂറായിരുന്നു ക്ലാസ്. സമയം പോയത് പറഞ്ഞില്ല. വളരെ നല്ല ഓരോ മണിമുത്തുകളാണ് കിട്ടിയത്. ദയവേത് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ, അഭിപ്രായം പറയാം. ഹാൻഡ് കൈവന്തിച്ചു കഴിഞ്ഞാൽ അതെ. KP രവീന്ദ്രൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. KP രവീന്ദ്രൻ അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. ആൻഡോ സാറേ, വളരെ 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 സന്തോഷം. പക്ഷെ ആൻഡോ സാറിനോട് പറയണതിന്റെ മുമ്പേ എനിക്ക് സുധാസേട്ടനെ ആദ്യം ഒന്ന് കൊന്നാലോ എന്നൊരു തോന്നലുണ്ട് നിർത്താൻ പറഞ്ഞതിന്. അപ്പോ ഹലോ, കേൾക്കുന്നില്ലേ സർ? ആയിക്കോട്ടെ. അപ്പൊ സുധാസേട്ടൻ കേട്ടില്ലേ? നിങ്ങളെ കൊല്ലണം എന്നാണ് ആദ്യം തോന്നിയതെന്ന്. പക്ഷെ രക്ഷയില്ല. ആയിക്കോട്ടെ, സന്തോഷം. അതെന്ന് സമയത്തിന്റെ നിബന്ധന അറിയാം എല്ലാവർക്കും. ഇന്ന് പെരുന്നാളായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നാസർ സാറാണ് ഉള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ സാറിന്റെ ക്ലാസ് ഡെയിലി ഒരു അരമണിക്കൂർ കിട്ടിയാൽ നമ്മള് എല്ലാ ആൾക്കാരും ഈ മുഴുവൻ ജനതയും കേൾക്കുന്നവര് മുഴുവൻ രക്ഷപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ ഒന്നും തന്നെ ഇല്ല. 100% എസൻസ് മാത്രമായി തുടക്കം മുതൽ അവസാനം വരെ യാതൊരുവിധ ഈ പവർ പോയിന്റിന്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇത്രമാത്രം എനർജറ്റിക് ആയിട്ട് സെഷൻ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഒരു അഭൂതപൂർവമായ എനർജിയും ഉൾക്കാഴ്ചയും അനുഭവപ്പെട്ട അത്യപൂർവമായ ക്ലാസ്. എങ്ങനെയാണ് അതിനെ ഒരു വാക്കുകളെ കൊണ്ട് എന്തെങ്കിലും നന്നായി എന്ന് പറഞ്ഞാലോ നന്ദി പറഞ്ഞാലോ ഒന്നും പോരാ. പ്രപഞ്ചശക്തിയുടെ മുഴുവൻ അനുഗ്രഹങ്ങളും സാറിന്റെ തലയിൽ വാരിച്ചൊരിഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് മഴത്തുള്ളികൾ സാറിലേക്ക് വീഴട്ടെ. അതിന്റെ ഇടയിൽ ചാരത്ത് നിൽക്കുന്ന ചില നമ്മളെ പോലുള്ള ആളുകൾക്കും കൂടി ചില തുള്ളികൾ ഞങ്ങളിലേക്കും തെറിക്കുമല്ലോ എന്ന സംതൃപ്തിയോടുകൂടി മറ്റേ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ പുസ്തകത്തിന്റെ കാര്യം ഒന്ന് ഫൈനലി ഡിസ്കസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കൃഷ്ണകുമാർ സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് പറയും. സർ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. വാസ്തവത്തിൽ എത്രയൊക്കെ തിരക്ക് പറഞ്ഞാലും തുടങ്ങിയ ആൾക്കാർ അവസാനം വരെ 1-2 ആൾ വെച്ച് 123 ആളൊറ്റ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ അത് സാറിന്റെ ഒരു പ്രസന്റേഷന്റെ ഒരു പവർ തന്നെയാണ്. എങ്ങനെയായാലും വളരെ നല്ലൊരു ഫ്ലോ ആയിരുന്നു സർ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങളിൽ നിന്ന്. താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ് സർ. താങ്ക് യു വെരി മച്ച്. അൽമഹാർ അഷ്റഫ്. ഹലോ ആൻഡോ സാർ, ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു. കാരണം ആ ക്ലാസ്സിൽ കിടന്ന് ഒഴുകുകയായിരുന്നു. സാധാരണ പലപ്പോഴും ക്ലാസ്സിൽ തുടർച്ചയായിട്ട് ഇരിക്കാൻ പല ക്ലാസ്സിൽ സാധിക്കാറില്ല. പക്ഷെ ഈ ക്ലാസ് കേട്ട് ആ സമയം തൊട്ടേ കേട്ടിരിക്കുകയായിരുന്നു. അതിന് വളരെയധികം നന്ദി സാർ. പിന്നെ ഇനിയും സാറിന്റെ ക്ലാസ് തുടർന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. രമേശ് സാർ. ഒരു മിനിറ്റ് സാറേ, സംശയമൊന്നുമില്ലല്ലോ? സംശയമല്ലോ ഉണ്ടോ? അല്ല, ചോദിച്ചോളൂ. സാർ വളരെ നന്നായി. കൂടുതലൊന്നും പറയുന്നില്ല. സമയത്തിന്റെ ചിരിക്കാനുള്ള, സന്തോഷിക്കാനുള്ള ചില മന്ത്രങ്ങൾ പറഞ്ഞു തന്ന സാറിന്റെ ക്ലാസ് എക്സലന്റ് ആയിരുന്നു. ഏതായാലും ഈ ചുരുങ്ങിയ സമയം, അതാണ് എത്ര ആൾക്കാർ കേട്ടിരുന്നത്. സുധാസേട്ടന്റെ ടെൻഷൻ എനിക്കറിയാം ഈ സെഷന്റെ ഒരു വൈൻഡപ്പിന് വേണ്ടിയിട്ട്. ഏതായാലും ഒരു മാറി ചിന്തിക്കാൻ, ജീവിതത്തിൽ ഓരോ നിമിഷം ആസ്വദിക്കാൻ സഹായിക്കും. താങ്ക് യു സർ, താങ്ക് യു. മനീഷേ പറഞ്ഞോ. മനീഷ് പെട്ടെന്ന് പറയൂ. ഹലോ. അല്ല, പെട്ടെന്ന് അത് വളരെ മോശമായി. പെരുന്നാൾ ആവശ്യം പോട്ടെ. അന്നേരം പെരുന്നാൾ ആവശ്യമില്ല. വേറൊരു ദിവസം കൊണ്ടുവരും ആൻഡോ സാറിനെ. വേറൊരു ദിവസം കൊണ്ടുവരും ആൻഡോ സാറിനാ. നീ ഇപ്പൊ പറയും, സംഭവം പറയും. വേറെ അബ്ദു സാറേ. ഹലോ, അബ്ദു സാർ കേൾക്കണ്ടോ? പറയും. സാറേ, ഞാൻ ആദ്യമായിട്ടാണ് ആൻഡോ സാറെ ഈ ക്ലാസ് കേൾക്കുന്നത്. ഒരു വളരെ എക്സലന്റ് ആയിട്ട് ക്ലാസ് ആയിട്ട് തോന്നി. മാത്രമല്ല, ഒരു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർ സൗണ്ടും പ്രസന്റേഷനും ആയിരുന്നു. മാത്രമല്ല, ഒരുപാട് കോട്ടിങ്സുകൾ. പിന്നെ അതിന്റെ അവതരണ രീതി വളരെ മനോഹരമായിട്ടുണ്ട്. ഫസ്റ്റ് നല്ലൊരു കഥ, ആ കഥ തന്നെ വളരെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടും ഫുൾ ക്ലാസ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പെരുന്നാളാണ് എല്ലാവർക്കും. ആൻഡോ സാറിനും പിന്നെ ഇതിലേക്ക് പിന്നെ നാസർ സാറാണ്, നാസർ അലിക്കലാണ് പിന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത്. പ്രത്യേകിച്ച് നന്ദി. അതെ, PD. താങ്ക് യു സാർ. ദീപ്തി മേഡം പറഞ്ഞു. ആൻഡോ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ദീപ്തിയാണേ. സാറിന്റെ പായസം വളരെ ഗംഭീരായിരുന്നു. അവസാനമായപ്പോ വലിച്ചു കുടിക്കേണ്ടി വന്നതിലുള്ള ഒരു ഈർഷ്യയുണ്ട്. എന്തായാലും കണ്ണു തുറപ്പിച്ചു. നമ്മൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉണ്ടായി. അതിനനുസരിച്ച് മുന്നോട്ടേക്ക് എങ്ങനെ പോവണം എന്ന് സാറ് വളരെ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി തന്നു. എന്തായാലും ആദ്യത്തെ പായസത്തിന്റെ ഒരു 4 മടങ്ങ് ഗംഭീരായിരുന്നു ഇന്നത്തെ പായസം. ഓക്കെ, താങ്ക് യു സാർ. ധനരാജൻ സാർ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്ത് പറയൂ സാർ. ധനരാജൻ സാർ. സുഹേർ സാർ പറഞ്ഞു. സുഹൈർ അൺമ്യൂട്ട് ചെയ്യുന്നില്ല, പറ്റുന്നില്ലേ? ഓക്കെ, ഷാലിമ മേഡം. ഹലോ ആൻഡോ സാർ. പറഞ്ഞു മേഡം. സാർ, പെരുന്നാളായതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ അത് ഫുള്ള് കേൾക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ദൈവത്തിനോടും താങ്കളോടും നന്ദി പറയുന്നു, ക്ലാസ് മിസ്സാക്കാതിരുന്നത്. താങ്ക് യു സാർ, ഗംഭീരമായിരുന്നു. താങ്ക് യു. ധനരാജൻ സാറേ പറഞ്ഞോ. ധനരാജ്. സാറേ, വെരി ഇൻഫർമേറ്റീവ്, വെരി ഫ്രൂട്ട്ഫുൾ. വളരെ ഒഴുക്കോട് കൂടിയിട്ട് ഞാൻ തുടക്കത്തിൽ ഉണ്ടായില്ല. ഞാൻ സത്യത്തിൽ മറന്നുപോയതാണ്. വളരെ സാറിന്റെ ക്ലാസ് വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരുന്നു. ഇനി എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഫർദർ ആയിട്ട് സാറിന്റെ ക്ലാസ് വെക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആൻഡോ സാറിന്റെ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. കാരണം സാറിന്റെ എത്ര ഒഴിയാലും അവസാനിക്കാത്ത ഒരു പുഴയാന്ന് സാറിന്റെ വാക്കുകൾ. തീർച്ചയായിട്ടും വരും. ധനരാജൻ സാറ് സംസാരിച്ചില്ലേ? പിന്നെ സംസാരിച്ചു സാർ, താങ്ക് യു. ലോവർ ഹാൻഡ്. പിന്നെ ആരാ ഉള്ളത്? ആരും കൈവന്തിച്ചില്ല എന്നാ നിങ്ങൾ പറഞ്ഞോ. സ്വയം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ. മാത്യു സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ജഗതി മേഡം. ഹലോ, കേൾക്കാമോ? പറഞ്ഞോ. ജഗതിയാണ്. ഞാൻ എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിട്ടാണ് കുറെ നേരം കൈപൊക്കി നിൽക്കണു. ഞാൻ വിചാരിച്ചു എന്നെ എന്താ വിളിക്കാത്തത്. ഞാൻ കണ്ടില്ല മേഡം, സോറി, കണ്ടില്ല. സർ, ഇത് ഞാൻ ആദ്യം തന്നെ തുറന്നു വെച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇടയ്ക്കൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ യൂട്യൂബ് തുറന്ന് മുഴുവൻ കേൾക്കും. അടിപൊളി ക്ലാസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. എന്റെ എന്താ പറയാ, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം അറിയിക്കുന്നു. വളരെ നന്ദി. സാറിന്റെ ക്ലാസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. മാത്യു സാറേ പറഞ്ഞു.